ഒരു ഹൈ പ്രീസ്റ്റിൻ്റെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പിതാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥത ചെയ്യുന്നതാണ്. അതിനകത്ത് ജയത്തിൻ്റെ സൂചനയുണ്ട്. 2, ബ്ലഡ് ഡ്രിപ്ഡ് റോബ്. ഇന്നും വർക്കിംഗ് വാരിയർ ആൻഡ് കിങ്. ഇന്ന് രാജാവും യോദ്ധാവുമായി തൻ്റെ ജനത്തെ പരിപാലിക്കുന്നവനാണ് എൻ്റെ യേശു. അതാണ് തൻ്റെ ഇന്നത്തെ വസ്ത്രം. 11, മടങ്ങിവരവിൻ്റെ രാജവസ്ത്രമാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. രാജാവായി പിറന്നവനാണ്, രാജാവായി വളർന്നവനാണ്. പക്ഷേ നമ്മെ വിടുവിച്ചതും ആത്മമണ്ഡലത്തിൽ മാത്രമാണ്. അക്ഷരാർത്ഥത്തിൽ യേശു ഇതുവരെയും രാജാവായി വന്നിട്ടില്ല. പീലാത്തോസിൻ്റെ മുമ്പിൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞു. എന്നാൽ തൻ്റെ ചേവകർ തനിക്ക് വേണ്ടി പോരാടും. ഇന്ന് തനിക്ക് വേണ്ടി പോരാടുന്ന ചേവകരായ സ്വർഗീയ സൈന്യങ്ങളുണ്ട്. പക്ഷേ ഭൂമിയിൽ നമ്മെയും കൂടെ കർത്താവ് തിരഞ്ഞെടുത്ത കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. തൻ്റെ രാജവസ്ത്രം. അതിനെ തുടർന്നാണ് ഭീമ കോടതിയെക്കുറിച്ച് നമ്മൾ കണ്ടത്. യേശുവിൻ്റെ മടങ്ങിവരവിൽ രാജവസ്ത്രം ധരിച്ചവനായി യേശു ഈ മണ്ണിലേക്ക് ഇറങ്ങി വരും. യേശുവിൻ്റെ വരവിന് 2 പതനങ്ങളുള്ളതിൽ ഒന്നാമത്തേത് രഹസ്യവരവാണ്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും മുതലായ പദങ്ങൾ താൻ ഇറങ്ങി വരുമ്പോൾ മധ്യാകാശം വരെ വരികയും സഭയെ അവിടെ ചേർക്കുകയും വിശുദ്ധന്മാരെ ന്യായം വിധിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനമെന്ന് കൊരിന്ത്യ ലേഖനം പറയുന്ന ന്യായാസനത്തിൻ്റെ മുമ്പിൽ നമ്മെ നിർത്തുകയും ചെയ്യും. അതിനെ ബേമ കോർട്ട് എന്നാണ് വിളിക്കുന്നത്. BEMA, ബേമായോ ബീമായോ 2 രീതിയിലും ഉച്ചരിക്കുന്നവരെ കേട്ടിട്ടുണ്ട്. എനിക്കറിഞ്ഞുകൂടാ, 2-1 ആ കോർട്ട്. അവിടെ ശിക്ഷാവിധിയുടെ കുറ്റം വിധിക്കുന്നതിൻ്റെ കോടതിയല്ല, സ്ഥാനനിർണയത്തിൻ്റെ കോടതിയാണ്. ആരധികം പ്രവർത്തിച്ചു, ആര് കുറച്ച് പ്രവർത്തിച്ചു എന്ന് കാണുന്നതാണ്. 2ആയാലും കുഴപ്പമില്ല, നമ്മുടെ എല്ലാം പ്രവൃത്തി കർത്താവ് കണക്കിടുന്നു എന്നൊക്കെ പറയുന്നു. ഏറെയും കുറേയും ഒക്കെ വ്യത്യാസം കാണുമുണ്ട്. അതിനനുസരിച്ച് മാർക്കിൻ്റെ വ്യത്യാസമുണ്ട്, പ്രതിഫലത്തിൻ്റെ വ്യത്യാസവുമുണ്ട്. ഒരു നല്ല പ്രതിഫലം വാങ്ങുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ജാഗരൂകരായി നിൽക്കുവാൻ ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കട്ടെ. ബേമായുടെ കോടതിയിൽ ന്യായം വിസ്തരിക്കുമ്പോൾ 1, യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ ചെയ്ത പണിയൊക്കെയും നിലനിൽക്കും, വേറൊന്നും നിലനിൽക്കുന്നതല്ല. കർത്താവിൻ്റെ ദാസന്മാർ പലരും കേട്ടിട്ടുണ്ട്, എത്ര വിവാഹം കഴിപ്പിച്ചു എന്നൊരു ചോദ്യം സ്വർഗത്തിൽ ചോദിക്കത്തില്ല, അതിന് തക്കവണ്ണം പ്രതിഫലം കിട്ടത്തുമില്ല എന്ന്. എനിക്കറിഞ്ഞുകൂടാ. കിട്ടിയാൽ നല്ലത്, കിട്ടിയാൽ ഞാനും വാങ്ങും. കിട്ടിയില്ലെങ്കിൽ സന്തോഷം. വിവാഹം കഴിപ്പിച്ചത് പ്രതിഫലത്തിന് വേണ്ടിയല്ല. എത്ര ശവസംസ്കാരത്തിന് പോയി എന്ന് ചോദിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആളുകൾ പറയാറുണ്ട്, എനിക്കറിഞ്ഞുകൂടാ, പോയാൽ കിട്ടിയാൽ ഞാനും വാങ്ങിക്കും, ഇല്ലെങ്കിലില്ല. പക്ഷേ ആ സന്ദർഭങ്ങളൊക്കെയും സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിച്ചെങ്കിൽ നിശ്ചയമായും അതിന് പ്രതിഫലമുണ്ട്. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം. 2, ആ അടിസ്ഥാനത്തിന്മേൽ എന്തു പണിയുന്നു? പൊന്ന്, വെള്ളി, വിലയേറിയ കല്ലുകൾ എന്നിവ കൊണ്ടുള്ള പണി തീയോട് ശോധന ചെയ്യുമ്പോൾ നിലനിൽക്കുകയും ആ പണിക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ഒരുവൻ്റെ പണി മരം, പുല്ല്, വൈക്കോൽ എന്നിവയാണെങ്കിൽ, കേവലം ലോകത്തെ കാണിക്കുവാനും പ്രസാദിപ്പിക്കുവാനും മാത്രമാണെങ്കിൽ അത് തീയിൽ കരിഞ്ഞു പോകും, അതിന് പ്രതിഫലം ലഭിക്കുകയില്ല. ഒരുവൻ്റെ പ്രവൃത്തി നശിക്കുന്നുവെങ്കിൽ അവൻ രക്ഷപ്പെടുമെങ്കിലും അവന് യാതൊരു പ്രതിഫലവുമില്ല. താൻ തീയിലൂടെ രക്ഷ പ്രാപിച്ചവനെ പോലെ ലജ്ജയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. They lost everything, soul suffer shame. അങ്ങനെയുള്ളവർക്ക് ഒന്നും ലഭിക്കാതെ, നിത്യതയിൽ പ്രതിഫലം ഒന്നുമില്ലാതെ അവരുടെ ആത്മാക്കൾ ലജ്ജിക്കേണ്ടതായി വരും. ദാനിയേൽ പ്രവചനം 12:2-3 വാക്യങ്ങളിൽ, നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ ജീവനായും ചിലർ ലജ്ജയ്ക്കും നിന്ദയ്ക്കുമായും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശത്തിൻ്റെ മണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലും എന്നും എന്നേക്കും ശോഭിക്കും. നമ്മളിത് കഴിച്ചു കഴിഞ്ഞതാണ്. ഒരു അപ്പസ്തോലിക് മിഷനെക്കുറിച്ചൊരു പദം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഈ ആഴ്ച ഒന്നുകൂടെ ആവർത്തിക്കാം. 1 കൊരിന്ത്യർ 3:10-11 വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് പറയുന്ന പദമാണ്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. വിശുദ്ധ പൗലോസ് പറഞ്ഞു, ഞാനൊരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്, ഞാനൊരു മാതൃക നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഓരോ അപ്പസ്തോലന്മാർക്കും അതുപോലെയൊന്ന് പറയുവാനുണ്ട്. ഞാനൊരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. ഞാൻ ദൈവസഭയുടെ മുമ്പിൽ കേവലം നമ്മൾ ഇതിനകത്തിരിക്കുന്നവർ മാത്രമല്ല, ലോകവ്യാപകമായി 10,000
മില്യൺസ് 10 ലക്ഷത്തെയാണ് ഒരു മില്യൺ എന്ന് വിളിക്കുന്നത്. മില്യൺസ് ഇന്നത്തെ ദൂത് കേൾക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ദൂത് കേൾക്കുന്നുണ്ട്. എത്രയോ സന്തോഷത്തോടും ചാരിതാർത്ഥ്യബോധത്തോടും മാത്രമല്ല അവരുടെ ജീവിത നിർവൃതിയോടും കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരുമാതിരി പ്രായമുള്ളവർ എന്നോട് പറയാറുണ്ട്, ഉപദേശത്തിൻ്റെ ഗാംഭീര്യം പണ്ടൊക്കെ ഞങ്ങൾ അനുഭവിച്ച കാലം ഓർമ്മയുണ്ട്. ഇന്ന് അതേ ഗൗരവത്തിൽ ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ വരുന്നതായ ദൂതുകൾ ഞങ്ങൾക്ക് കിട്ടുന്നു. നമുക്ക് ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ ശ്രദ്ധിക്കുന്ന ഒരു വിഭാഗമുണ്ട്, കുറച്ച് പ്രായമുള്ളവർ. അവർക്ക് യൂട്യൂബ് നോക്കാൻ ഒരു പക്ഷെങ്കിൽ അറിയാൻ വയ്യായിരിക്കാം. പലതിലും അവർക്ക് കഴിയാതെ വരും. പക്ഷെങ്കിൽ മക്കളോ കൊച്ചുമക്കളോ ആരെങ്കിലും സഹോദരന്മാരുടെ മക്കളോ ഒക്കെ അവർക്ക് ഹാർവസ്റ്റ് ടെലിവിഷൻ ട്യൂൺ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ളവരുടെ നന്ദി പ്രകടനങ്ങൾ യൂട്യൂബ് കാണുന്നവരെയും കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയുടെ വിവിധ ചാപ്റ്ററുകളിൽ കാണുന്നവരുണ്ട്. എന്നാൽ ഈ ഒരു വിഭാഗം വളരെ ഗൗരവമായിട്ട് എന്നോട് പല പ്രാവശ്യങ്ങൾ പറയാറുണ്ട്. അതിൻ്റെ ഗൗരവത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓരോ ദൈവദാസന്മാർ, ദൈവസഭകൾ, ദൈവം നിയമിച്ച് അയക്കുന്ന അപ്പോസ്തലന്മാർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കും. അവിടെ നിന്നും പൊട്ടിയും പറഞ്ഞും തിരിഞ്ഞും ഉടക്കിയും വഴക്കിട്ടും ഒക്കെ പിരിഞ്ഞു പോകുന്ന ഒരുപാട് പേരുണ്ട്. ഒരു വലിയ വൃക്ഷത്തിൻ്റെ വിത്ത് വീണ് അടുത്തൊക്കെ ഒരുപാട് ചെറുവൃക്ഷങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഏത് പട്ടണത്തിലോട്ട് തിരിഞ്ഞാലും ഇത് കാണാൻ കഴിയും. കണ്ണു തുറന്ന് നടക്കുന്നവർക്ക് ഇത് കാണാൻ കഴിയും. അതിൽ ഒരു വ്യക്തിയായി, അടിസ്ഥാനമിട്ട ഒരു വ്യക്തിയായി പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മലയാളം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു കാലത്ത് ഉണർവിന് വേണ്ടി നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കിടയാക്കി. ഓരോ ഇടത്തും പ്യൂവർ ക്ലാസിക്കൽ പെന്തക്കോസ്റ്റൽ ഡോക്ട്രിൻ തിരുവചനത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയുകയും മീതെ പണിതവർ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്തുകയും ചെയ്തു. ഇവിടെ പൗലോസ് പറയുകയാണ്, പണിതത് എങ്ങനെ എന്ന് നോക്കട്ടെ. ഒരു പക്ഷെങ്കിൽ പുല്ലും മരവും വൈക്കോലും ആണെങ്കിൽ മറക്കരുത്, വെന്തുപോകും. വിലയേറിയ കല്ലുകൊണ്ടാണെങ്കിൽ അങ്ങനെ അത് നിലനിൽക്കും. കൊലോസ്യ ലേഖനം 1:28 വാക്യം കൂടെ ഓർപ്പിക്കട്ടെ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് പൂർണ്ണ ഗൗരവത്തോടെ എന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത് കാണാം. ഞങ്ങൾ അവനെ അറിയിക്കുന്നതിൽ ഒരു വ്യക്തിത്വത്തെ പൂർണ്ണതയിലേക്ക് നടത്തുന്നതാണ്. കേവലം ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി വിടുകയല്ല, ഗോഡ് ഈസ് ലവ് എന്ന ഒറ്റവാചകം കൊണ്ട് നിർത്തുകയല്ല, ഹീസ് എ ഹീലർ എന്ന് പറഞ്ഞ് ഒഴിയുകയല്ല. പകരം ക്രിസ്തുവിനെ പൂർണ്ണതയിൽ പരിചയപ്പെടുത്തുവാൻ, ഉപദേശത്തിൻ്റെ ഓരോ സത്യങ്ങളും വിശദീകരിക്കുവാൻ, ഏതു പുരുഷനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ കഴിയുന്ന ഒരു സുവിശേഷത്തിൻ്റെ ദൗത്യം വിതറുവാൻ ബേഥേലിന് കഴിഞ്ഞു. കൂടെ പണിയുന്ന സഹോദരന്മാരെ, അതിൻ്റെ മീതെ വിലയേറിയ കല്ലുകൾ കൊണ്ട് പണിയുവാൻ, രത്നങ്ങൾ കൊണ്ട് പണിയുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഇതിന് താഴെ പണിതവർ ഒക്കെയും അവർക്കുള്ളത് നഷ്ടമായി അവർ ലജ്ജ സഹിക്കേണ്ടതായി വന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14:2 എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. കൂടിയ വാസസ്ഥലങ്ങളുണ്ട്, കുറഞ്ഞ വാസസ്ഥലങ്ങളുണ്ട്. കുറച്ചു മാത്രം മാർക്ക് നേടിയവർക്ക്, വില മുടക്കിയവർക്ക് കുറച്ച് ലഭിക്കും. കൂടുതൽ നേടിയവർക്ക് കൂടുതൽ വലിയ നല്ലത് ലഭിക്കുവാനിടയാകും. ലോകത്തെ സ്നേഹിക്കുന്നവൻ്റെ സ്വർഗത്തിലെ പ്രതിഫലം നഷ്ടമാകും എന്ന് മറക്കരുത്. അടുത്തത് ബേമ കോടതിയിൽ 1 പ്രതിഫലം, 2 മാന്യതകൾ കൽപ്പിക്കും. പ്രതിഫലവും മാന്യതയും രണ്ടും രണ്ടാണ്. ഇവിടെ ഒരാളിന് ഒരു ഗിഫ്റ്റ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ധനസഹായം ആവശ്യമാണ്. അദ്ദേഹത്തിന് കൊടുക്കുന്ന ധനസഹായം, ജോലി ചെയ്യുന്നവർക്ക് മാസം തോറും കൊടുക്കുന്ന ശമ്പളം, ഒരു ദിവസം ഇവിടെ ദിവസപ്പണിക്ക് നിന്നാൽ ആ വ്യക്തിക്ക് ഒരു ദിവസത്തേക്ക് കൊടുക്കുന്ന ശമ്പളം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇന്നലത്തെ സൺഡേ സ്കൂൾ ആനിവേഴ്സറിയിൽ കണ്ടു, ഉന്നതമായ മാർക്ക് വാങ്ങിച്ച കുഞ്ഞിന് കൊടുക്കുന്നത് അത് ശമ്പളമല്ല, അത് മാന്യതയാണ്. അനേക ഓണറുകൾ, റിവാർഡുകൾ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ വാങ്ങണം. നമുക്കെല്ലാം സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്, നമുക്കൊരു ശമ്പളമുണ്ട്. കൂലിക്കാരൻ്റെ കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടാണ്. ആ പദവും മറന്നു പോകരുത്. ഞാൻ കർത്താവിന് വേണ്ടി അധ്വാനിച്ചാൽ എൻ്റെ കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, എനിക്ക് നിന്നോട് കരുണ തോന്നിയത് കൊണ്ട് തന്നെന്നല്ല. നോ, അത് രക്ഷയാണ് കരുണ തോന്നി തന്നത്. എന്നാൽ കൂലി തരുന്നത് പ്രവർത്തിച്ചതിന് ഒത്തവണ്ണമാണ്. അത് കൃപയായിട്ടല്ല കണക്കിടുന്നത്, കടമായിട്ടാണ് കണക്കിടുന്നത്. ദൈവം കടക്കാരനായി ഇരിക്കത്തില്ല, തന്ന് തീർത്തിരിക്കും. വ്യത്യസ്ത ഓണറുകൾ വ്യത്യസ്ത വ്യക്തികൾക്ക് കൊടുക്കും. റിവാർഡ്സ് ആൻഡ് ക്രൗൺസ്. അന്ന് കർത്താവ് റിവാർഡുകൾ മാത്രമല്ല, കിരീടങ്ങൾ ധരിപ്പിച്ച് ചിലതിനെ മാനിക്കും.
എക്സ്ചേഞ്ച് യുവർ ക്രോസ് ഫോർ എ ക്രൗൺ. ഇതൊരു സാധാരണ പഴഞ്ചൊല്ലാണ് ഇംഗ്ലീഷിലുള്ള. നിങ്ങളുടെ വേദനകൾ കൊടുത്ത ശേഷം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിരീടങ്ങൾ വാങ്ങുക. എൻ്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എക്സ്ചേഞ്ച് യുവർ സർവീസ് ടവൽസ് ഫോർ ക്രൗൺസ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രധാരണത്തിൻ്റെ കൂട്ടത്തിൽ ഒന്ന് കണ്ടത് തോർത്തുടുത്തുകൊണ്ട് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതാണ്. ആ ടവൽസ് അന്യോന്യം സേവിക്കുന്നത് നമുക്ക് കിരീടങ്ങളാക്കി മാറ്റാം. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു പദമാണ്, എൻ്റെ അപ്പൻ എന്നെ പറഞ്ഞു പഠിപ്പിച്ചതാണ്, കുഞ്ഞെ, ഒന്നഴുകാതെ വേറൊന്നിന് വളം ചേരത്തില്ല. ഒരുവൻ നന്നാകണമെങ്കിൽ വേറൊരുവൻ സഫർ ചെയ്തേ മതിയാകൂ. സഭയിൽ അന്യോന്യം ശുശ്രൂഷിക്കുവാൻ, അന്യോന്യം സേവിക്കുവാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ കർത്താവ് മറന്നുകളയത്തില്ല. കിരീടങ്ങളായി അത് തിരിച്ചു തരും. ഒരു ഗ്ലോറിയസ് മാൻഷൻസ്, അനേക ഭവനങ്ങൾ സ്വർഗത്തിലുണ്ട്. ഇത് നൽകപ്പെടും. എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കപ്പെടുന്നത്? ഇത് നിത്യത മുഴുവനും നിലനിൽക്കുന്നതാ. 10-20 വർഷങ്ങൾ കൊണ്ട് തീരുന്നതല്ല. ഒരായുസ് കൊണ്ടോ ഒരു 2 തലമുറകൾ കൊണ്ടോ തീരുന്നതല്ല. എൻ്റെ അപ്പൻ വലിയ വീട് വെച്ചിരുന്നെങ്കിൽ എനിക്ക് അഭിമാനിപ്പാനുണ്ട്. എൻ്റെ കൊച്ചുമക്കളുടെ കാലം വരെ ഒരു പക്ഷെങ്കിൽ ഞാൻ പണിതത് പോയേക്കാം. എന്നാൽ ഇതല്ല. നിത്യയുഗങ്ങളായി നിത്യതയിൽ സ്വർഗത്തിൽ വസിക്കുന്നവരാകയാൽ അവർക്കുള്ള വലുത് ഇവിടെയും വലുതായി നമ്മൾ കണ്ടേ മതിയാകൂ. അടുത്തത് ബ്രൈഡ് സിലക്റ്റഡ്. നമ്മൾ അവിടെയാണ് സത്യത്തിൽ നിൽക്കുന്നത്. ദ ബ്രൈഡ് സിലക്റ്റഡ് ഫ്രം ദ ചേസ് വെർജിൻ. ഏറ്റവും മാന്യരായ കന്യകമാരിൽ നിന്ന് യേശുവിൻ്റെ മണവാട്ടിയെ തിരഞ്ഞെടുക്കും. ഞാൻ പറഞ്ഞു, മധ്യാകാശത്തിൽ നടക്കുന്ന ബേമ കോടതിയിൽ 1 പണിശോധന ചെയ്യപ്പെടും. 2 പണിക്കൊത്തവണ്ണം പ്രതിഫലം ലഭിക്കും. 3 പണിക്കൊത്തവണ്ണം ഓണേഴ്സ് ലഭിക്കും. 4 പണിക്കൊത്തവണ്ണം ചിലർക്ക് കിരീടങ്ങൾ ലഭിക്കും. ഏറ്റവും ഒടുവിലായി തൻ്റെ മണവാട്ടി സഭയെ തിരഞ്ഞെടുക്കും. എല്ലാവരും മണവാട്ടി സഭയുടെ അംഗങ്ങളല്ല. അവിടെ എത്തുന്ന ലക്ഷങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ മാത്രം മണവാട്ടിയായിരിക്കും. ബേമ കോടതിയിൽ നടക്കുന്ന അവസാനത്തെ കാര്യം മണവാട്ടിയെ തിരഞ്ഞെടുക്കുക. എൻ്റെ ലക്ഷ്യം അവിടെയാണ്. ഞാൻ ഏറ്റവും ഉന്നതത്തിലേക്ക് മാത്രം എൻ്റെ ദൃശ്യം വെക്കട്ടെ. മണവാട്ടി തേജസ് ധരിച്ചവളാണ്. നിലനിൽക്കുന്ന പ്രവൃത്തിയുള്ളവൾക്ക് മാത്രമേ ആ സ്ഥാനത്തേക്ക് വരുവാനൊക്കത്തുള്ളൂ. മണവാട്ടിയുടെ വസ്ത്രം നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞതാണ്. വെളിപ്പാട് പുസ്തകം 19:6-7. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൻ്റെ കാന്തയും എന്ന് പറയുമ്പോൾ വേറെ ആരൊക്കെയോ തന്നെത്താൻ ഒരുക്കിയിട്ടുണ്ട്. കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ക്ഷണിക്കപ്പെട്ടവരെല്ലാം തന്നെ തന്നെത്താൻ ഒരുക്കിയാണ് പോകുന്നത്. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് മണവാട്ടിയുടെ വസ്ത്രധാരണ. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. നീതിപ്രവൃത്തി എന്ന വാക്കിന് അവിടെ പ്രസക്തിയില്ല. വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തി. കാര്യം വ്യത്യസ്ത കാറ്റഗറികളിൽ നീതിപ്രവൃത്തികൾ വെവ്വേറെയാണ്. വിശുദ്ധന്മാർക്കുള്ളതായ നീതിപ്രവൃത്തികൾ എൻ്റെ കൊച്ചുമക്കൾ ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൊച്ചുമക്കൾ കുഞ്ഞു പ്രായത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ കഴിക്കുന്നതിൻ്റെ വെടിപ്പ് നോക്കാറില്ല. ഭക്ഷണ സാധനങ്ങൾ അവരുടെ ഉള്ളിൽ എങ്ങനെയെങ്കിലും എത്തിച്ചാൽ മതി. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ കൊച്ചുമക്കൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പുള്ളിക്ക് മേശപ്പുറത്തിരുന്നേലേ കഴിപ്പ് വരത്തുള്ളൂ. അവന് വാരിക്കൊടുത്താൽ അവന് ഇഷ്ടപ്പെടുകയില്ല. അവന് ഞങ്ങൾ പാത്രം വെക്കുന്ന അതേ മേശയുടെ പുറത്ത് അവന് കയറി ഇരിക്കണം. ഇരുന്ന് വാരി അതിലെല്ലാം ഏറി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കുഞ്ഞിനെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റ്. കാര്യം മറ്റുള്ളവരുടെ എൻ്റെ ദേഹത്ത് വീഴും, നമ്മുടെയൊക്കെ പ്ലേറ്റ് വീഴും. എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്, വേണ്ട, കുഴപ്പമില്ല, ഞാനിവിടെ ക്ലീൻ ചെയ്തോളാം. കുഞ്ഞ് കഴിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് താഴെ വീണാലും കുഴപ്പമില്ല, അവൻ്റെ വായിൽ 2-3 പറ്റു പോകട്ടെ, എന്തെങ്കിലും ഒന്നവൻ കഴിക്കട്ടെ. അതെ, ഒരു വലിയ കാര്യമായിരുന്നു കുഞ്ഞെന്തെങ്കിലും കഴിക്കുന്നത് ആ പ്രായത്തിൽ. ഇന്നൊരു നിവൃത്തിയുമില്ല. കഴിക്കുമ്പോൾ ഭക്ഷണം തെറിക്കാൻ ഒക്കത്തില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ മാന്യത സൂക്ഷിക്കണം. സ്പൂൺ ഉപയോഗിക്കേണ്ടിടത്ത് സ്പൂൺ ഉപയോഗിക്കണം, ഉപയോഗിക്കരുതാത്തിടത്ത് ഉപയോഗിക്കരുത്. അവൻ്റെ പ്രായത്തിന് തക്കവണ്ണം വ്യത്യാസമുണ്ട്. അവൾക്ക് വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തി തന്നെ, ലോകക്കാരൻ്റെ നീതിപ്രവൃത്തി അല്ല.
വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തി മാനദണ്ഡം വ്യത്യാസമുണ്ട്. അവൾക്ക് വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. മണവാട്ടിയുടെ വിവാഹ നിശ്ചയത്തെ തുടർന്ന് നമ്മൾ തൊട്ടിരുന്നു. 2 കൊരിന്ത്യർ 11:2-3 ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യുവാൻ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോകരുത് എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. ഞാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുകയാണ്. വിവാഹം നടന്നിട്ടില്ല. വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനും ഇടയിൽ തെറ്റിപ്പോകാതിരിക്കുവാൻ ഹൗവായിക്ക് പറ്റിയത് ഇതാണ്. തെറ്റിപ്പോകാതിരിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവ പൈതലേ, ഇതിനു വേണ്ടി നമ്മെ ഉറപ്പിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. പ്രസാദമുള്ള യാഗങ്ങൾ എന്ന വിഷയം റോമലേഖനം 8:7-8 വാക്യങ്ങളിൽ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അവ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നമ്മെ വിവാഹം നിശ്ചയം ചെയ്തെങ്കിൽ യേശു ക്രിസ്തുവിന് ഒത്തവണ്ണം നമ്മുടെ ഹൃദയങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകുവാൻ, ഹൃദയത്തിന് പരിച്ഛേദന ഉണ്ടാകുവാൻ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ, ഹൃദയത്തിൻ്റെ വ്യത്യാസം ഉണ്ടാകുവാൻ താല്പര്യപ്പെടാം. അവർക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം 1 യോഹന്നാൻ 2:15-17 വരെയുള്ള വാക്യങ്ങളിൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവം ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്കൊരു മോഹമുണ്ട്. കണ്ടാൽ നല്ലതെനിക്ക് വേണം. എൻ്റെ ജഡമോഹം, എൻ്റെ ജഡത്തിന് ഇന്നത് താല്പര്യമാണ് വേണം. എൻ്റെ ജീവനത്തിൻ്റെ പ്രതാപം മറ്റുള്ളവനേക്കാൾ പ്രതാപവാനായി എനിക്ക് ജീവിക്കണം. മറക്കരുത്, ഇത് പിതാവിങ്കിൽ നിന്നല്ല. ഇതൊരു വിശുദ്ധന് തകരാറില്ല. പക്ഷെ മണവാട്ടി സഭയുടെ മെമ്പറാകുമ്പോൾ ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടും. മറക്കരുത്, ഇത് ദൈവത്തിന് വിരോധമായത് നമുക്ക് പാടില്ല. എല്ലാം ദൈവത്തിന് വിരോധമെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ലോകത്തിൽ നിന്നുള്ളതൊന്നും ദൈവത്തിൻ്റേതല്ല. ദൈവത്തിൻ്റെ വകയായി ജീവിക്കുന്നവൻ മാത്രമേ ബേമായുടെ കോടതിയിൽ മണവാട്ടി സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. മണവാട്ടി സഭ എന്ന കൺസെപ്റ്റ് സാധാരണഗതിയിൽ വളരെ കുറഞ്ഞുപോയി. അത് അപ്പോസ്തോലിക് സഭകളുടെ പഠിപ്പീരാണ്. അപ്പോസ്തോലിക് എന്ന പേരല്ല ഞാൻ പറഞ്ഞത്, അവർ പഠിപ്പിക്കാറില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം അയച്ച അപ്പോസ്തോലിക സഭകൾക്ക് അത് പഠിപ്പിച്ചേ മതിയാകൂ. അതുകൊണ്ട് നാം അത് പഠിപ്പിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നു. ബ്രൈഡ് സിലക്റ്റഡ് ഫ്രം ചേസ് വെർജിൻ, ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സത്യത്തിൽ നിന്നത്. പഴയ നിയമ വിശുദ്ധന്മാർ ആ കൂട്ടത്തിലുണ്ട്, പുതിയ നിയമ വിശുദ്ധന്മാർ ആ കൂട്ടത്തിലുണ്ട്, മഹോദ്രവകാല വിശുദ്ധന്മാർ ആ കൂട്ടത്തിലുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയിൽ 3 വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ട്. 1 പഴയ നിയമ വിശുദ്ധന്മാരുണ്ട്, 2 പുതിയ നിയമ വിശുദ്ധന്മാരുണ്ട്, 3 മഹോദ്രവകാല വിശുദ്ധന്മാരുണ്ട്. നാം ഇതിൽ ഇന്ന് പുതിയ നിയമ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലാണ് പെടുന്നത്. ഒരു പക്ഷേ യേശുക്രിസ്തുവിൻ്റെ രഹസ്യവരവിന് ശേഷം അത് ഈ ദിവസങ്ങളിൽ സംഭവിക്കും, ഏറ്റവും വേഗത്തിൽ സംഭവിക്കുമെന്ന് പത്രോസ് മുതൽ എം.എ. വർഗീസ് വരെ വിശ്വസിക്കുന്നു. അതെന്ന് നടക്കുന്നോ അതിനുശേഷം ഇവിടെ എടുക്കപ്പെടാതെ ഉള്ളവർ മഹോദ്രവത്തിലൂടെ പോകും. മഹോദ്രവകാലത്തും ഒരു കൂട്ടം വിശുദ്ധന്മാരുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രധാനമായും 2ാമത്തെ ഗ്രൂപ്പിനെ, പുതിയ നിയമ വിശുദ്ധന്മാരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇത് തന്നെ മഹോദ്രവകാല വിശുദ്ധന്മാർക്കും ബാധകമാണ് എന്ന് എടുത്തു പറയട്ടെ. ഗൗരവമുള്ള ഒരു ആശയത്തിൽ നമ്മളിവിടെ വന്നു. 1 ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ് സെയിൻസ്, അവരെ മണവാട്ടി സഭയിലുണ്ടോ ഇല്ലയോ? ഞാനിതിനൊരു കോൺട്രഡിക്ഷൻ ഇച്ചിരി കഴിയുമ്പം പറയും. അത് മനസ്സിലാക്കാൻ വേണ്ടി 2 വശവും പറഞ്ഞു പോകുകയാണ്. ദാനിയേൽ പ്രവചനം 12:1-2 വാക്യങ്ങളിൽ, അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും തന്നെ ഉയർത്തെഴുന്നേൽക്കും, അതിൽ ചിലർ വലിയ മാന്യതയ്ക്ക് വേണ്ടി ആയിരിക്കും. ദാനിയേൽ 12:1-2 വാക്യങ്ങളിൽ. അങ്ങനെയാണെങ്കിൽ പഴയ നിയമസഭയിൽ നിന്ന്, ദാനിയേലിൻ്റെ കാലത്തെ ആളുകളിൽ നിന്ന് ചിലർ മണവാട്ടി സഭയിൽ ഉണ്ട്. റോമാലേഖനം 11-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ, എന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ? ഒരു നാളുമില്ല. അവരെ തള്ളിക്കളഞ്ഞതല്ല. വിശുദ്ധ പൗലോസ് പറയുന്നത്, അവർക്ക് സ്പർദ്ധ ജനിപ്പിച്ച് എങ്ങനെയും ഒരുവനെ കൂടെ കർത്താവിലേക്ക് നയിക്കാമെങ്കിൽ കൊള്ളാമെന്ന് കണ്ട് ഞാൻ അവരെ ഇച്ചിരൊന്ന് വഴക്ക് പറഞ്ഞെന്നേ ഉള്ളൂ. അവരെ ദൈവം തള്ളിക്കളഞ്ഞതല്ല. പഴയ വിശുദ്ധന്മാർ തള്ളപ്പെട്ടവരല്ല, അവർ മണവാട്ടി സഭയിലുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ, എബ്രായർ 12:23, ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും മുമ്പിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്.
അവിടെ ആദ്യജാതന്മാരെന്ന് എഴുതിയിരിക്കുന്നത് പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ചാണ്. അവരുടെ സഭയുടെ മുമ്പിലാണ് നമ്മളും വരുന്നത്. എബ്രായ ലേഖനം 11:39-40 അവർ എല്ലാവരും വാഗ്ദത്തം പ്രാപിച്ചുവെങ്കിലും രക്ഷാപൂർത്തി പ്രാപിച്ചില്ല. നമ്മെ കൂടാതെ അവർ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ നമ്മോടൊപ്പം അവർ രക്ഷാപൂർത്തി പ്രാപിക്കും. അതിന് തക്കവണ്ണം ദൈവം നമുക്ക് നല്ലതൊന്ന് മുൻകണ്ടു എങ്കിൽ നമ്പർ 1 ഓൾഡ് ടെസ്റ്റമെന്റ് സെയിൻസ് ആർ ദെയർ ഇൻ among the bride of God, Christ. യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ കൂട്ടത്തിൽ പഴയ നിയമ വിശുദ്ധന്മാരുണ്ട് എന്നീ സൂചനകൾ തരുന്നു. ഞാൻ ഇക്കൂട്ടത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തു പറഞ്ഞായിരുന്നു. ഇതിനെക്കുറിച്ച് 1-2 ക്വയറികളുണ്ട്. ദാൻ ഗോത്രത്തെ ഇവിടുന്ന് കാണാതെയായി. ഞാൻ തൻ്റെ ഗോത്രങ്ങളുടെ പേരിട്ടിട്ടുണ്ട്. ദാൻ ഗോത്രത്തിൻ്റെ നേരെ ജോസഫ് ഗോത്രം എന്നൊന്ന് കാണാനുണ്ട് വലത്തുവശത്ത്. അത് സ്വർഗത്തിൽ ഉള്ളവരാണ്, പഴയ നിയമ ഗോത്രങ്ങളാണ്. ജോസഫ് ഗോത്രത്തെ പുതിയ നിയമത്തിലും കാണാം. വെളിപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ 144,000 പേർ 12 ഗോത്രങ്ങളിൽ നിന്നായി എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ 2 ഗോത്രങ്ങൾ, ഒരളവിൽ 2 ഗോത്രങ്ങൾ വളരെ ബേസിക്കലി എടുത്താൽ ദാൻ ഗോത്രത്തെ കാണാതായി. എന്തുകൊണ്ടാണ് ദാൻ ഗോത്രത്തെ കാണാതായത്? ഒരു ചോദ്യം വന്നായിരുന്നു. എഫ്രയീം ഗോത്രത്തെയും കാണുന്നില്ല, കറക്റ്റാണ്. പക്ഷെങ്കിൽ ജോസഫ് ഗ്രഹം ഉള്ളത് കൊണ്ട് ജോസഫിൻ്റെ 2 മക്കളെ 2 ഗോത്രങ്ങളാക്കുകയായിരുന്നു. അതുകൊണ്ട് എഫ്രൈമിനെ കണ്ടില്ലെങ്കിലും വലിയ പ്രസക്തിയില്ല. പക്ഷെ കാണാതെ പോയി ഞാൻ സമ്മതിച്ചു, അത് അതുപോലെ ശരിയാണ് എന്ന വലിയ പ്രസക്തിയില്ല. ദാൻ ഗോത്രത്തിനാണ് കൂടുതൽ പ്രസക്തി. എന്തുകൊണ്ട് ഇവരെ കണ്ടില്ല എന്ന് ഒന്നുകൂടെ ചിന്തിക്കാൻ പോകുക. ഇവിടം വരെ കൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച് കഴിഞ്ഞതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇവിടം വരെ ചിന്തിച്ച് കഴിഞ്ഞതാണ്. ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അവൻ തൻ്റെ വെള്ളി അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവൻ്റെ അമ്മ 200 വെള്ളിപ്പണം, 1100 വെള്ളിപ്പണം അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. ഒരിടത്ത് മീഖായാവിൻ്റെ അടുക്കല ഒരു 1100 വെള്ളിപ്പണം ഒരമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. മകൻ അത് മോഷ്ടിച്ചു, മീഖാവ് അത് മോഷ്ടിച്ചു. എന്നിട്ട് അമ്മ പറഞ്ഞു, എൻ്റെ മോന് വേണ്ടി വെച്ചിരുന്നതാണ്, അത് തിരിച്ചു കിട്ടുമെങ്കിൽ എൻ്റെ മോന് അതുകൊണ്ട് ദൈവങ്ങളെ ഉണ്ടാക്കി കൊടുക്കാം. ആ പ്രസ്താവന അവൻ കേട്ടതിനെ തുടർന്ന് അവൻ ആ 1100 പണവും അമ്മയുടെയും മടക്കി കൊടുത്തേച്ച് പറഞ്ഞ പോലെ ചെയ്തേക്കാൻ പറഞ്ഞു. അമ്മ അതിൽ ഒരു 20 വെള്ളിക്കാശ് എടുത്ത് കൊടുത്ത് തട്ടാനെ കൊണ്ട് ഒരു രൂപം ഉണ്ടാക്കിച്ചു, ഒരു ദൈവത്തെ ഉണ്ടാക്കിച്ചു. ഈ 1100 മോന് കൊടുത്തേക്കാമെന്ന് പറഞ്ഞാണ്. പക്ഷേ അമ്മ വഹിച്ചു, 20 കൊടുത്തുള്ളൂ. 20 കൊടുത്ത് ഒരു ദൈവത്തെ ഉണ്ടാക്കിച്ച് മോന് കൊടുത്തു. അവർക്ക് കിട്ടി, തരം കിട്ടുന്നിടത്ത് പാർക്കാൻ വേണ്ടി ഒരു സ്വന്തം വീട് വിട്ടിറങ്ങിയ ഒരു ലേവി പുരോഹിതനെ അവർക്ക് കിട്ടി. അയാൾക്ക് ഇന്ന സ്ഥലത്ത് പോകണമെന്നില്ല, തരം കിട്ടുന്നിടത്ത് പാർക്കുക, അങ്ങനെ ഒരു പുള്ളിയെ കിട്ടി. വിഗ്രഹാരാധനയ്ക്ക് പുരോഹിതനായിരിക്കാൻ വേണ്ടി താമസിക്കാൻ തൗര്യം നടക്കുന്ന ഒരു ബേദലഹേംകാരനെ അവർക്ക് പിടികിട്ടി. 17-ന്റെ 10-ാമത്തെ വാക്യത്തിൽ ഞാൻ നിനക്ക് ആണ്ടിൽ 10 വെള്ളിപ്പണവും ഉടുപ്പും ഭക്ഷണം തരാം, അവന് ശമ്പളവും കൊടുക്കാമെന്ന് പറഞ്ഞു. പാസ്റ്റേഴ്സ് ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരുണ്ട്. എനിക്കൊന്നും മിണ്ടിയിട്ട് കാര്യമില്ല, പറഞ്ഞാൽ ഒക്കത്തില്ല, വിജയിക്കത്തില്ല. പക്ഷെ ലോകം അതുപോലെ ആയിപ്പോയി. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിച്ചവർ ഇന്ന് ആകെ തിരിഞ്ഞു. വിശുദ്ധ പൗലോസ് ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് മാത്രം നോക്കി ജീവിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഏറെക്കുറെ ഭൗതിക നന്മകൾ വേണമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം കൂടാരപ്പണിക്ക് പോയി ആരുടെ അടുക്കലും കൂലി ചോദിക്കാൻ നിന്നില്ല. തൻ്റെ ശരീരം കൊണ്ട് താൻ അധ്വാനിച്ചു. പക്ഷേ അതിനൊന്നുമല്ല. ഇന്ന് അഡ്വർടൈസ്മെൻറ്റ് കാണാം, വലിയ സഭകളിൽ നല്ല ശമ്പളത്തിൽ ആളുകളെ കിട്ടും. കഴിഞ്ഞ ദിവസം എന്നോടൊരാൾ പറഞ്ഞു, എയർപോർട്ടിലൊക്കെ കാശ് കൊടുത്ത് ഓർഡിനേഷൻ വാങ്ങിച്ച പുള്ളികൾ വരെ വലിയ ആളുകളായിട്ട് ഇരിപ്പുണ്ടെന്ന്. ഞാനങ്ങ് പോട്ടെ, തൊടുകല്ല, കൂലിക്ക് പണി ചെയ്യുന്ന ഒരു കൂട്ടം ലേവ്യന്മാരെ കണ്ടുകിട്ടി. മീഖായേവിൻ്റെ വീട്ടിൽ അവൻ ചെന്ന് കയറി. ഇനിയും ദാന്യരെ കുറിച്ച് പറയുന്നത് ഇവരെ വിഗ്രഹാരാധികളായിരുന്നു. ദാന്യർ മുഴുവനും തന്നെ മീഖായാവിൻ്റെ വീട്ടിലുള്ള ആ വിഗ്രഹത്തെയും അതിന് സേവ ചെയ്തിരുന്ന ലേവ്യനെയും അവരുടെ പുരോഹിതന്മാരാക്കി നിർത്തി. ദാനിനെക്കുറിച്ചും എഫ്രയീമിനെക്കുറിച്ചും ഞാൻ തൊടുകയാണ്. ജഡ്ജസ് 18-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങളിൽ ദാന്യർ കൊത്തുപണിയായ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. മോശയുടെ മകനായ ഗേർശോമിൻ്റെ മകൻ യോനാഥാനും അവൻ്റെ പുത്രന്മാരും ആ ദേശത്തിൻ്റെ പ്രവാസകാലം വരെ ദാൻ ഗോത്രക്കാർക്കും പുരോഹിതന്മാരായിരുന്നു. ഇവിടെ ഞാനത് ഭയങ്കരമായിട്ട് ബോൾഡ് ചെയ്തിട്ടുണ്ട്. ആ പദം ഒന്നുകൂടെ ഞാൻ വായിക്കാം.
മോശയുടെ മകനായ ഗേർഷേമിൻ്റെ മകൻ യോനാഥാനും. മോശയെപ്പോലൊരു നേതാവിനെ ഇസ്രയേലിൽ കണ്ടിട്ടില്ല. മോശയെപ്പോലൊരു വലിയ നേതാവ് ഇസ്രയേലിൽ എഴുന്നേറ്റിട്ടില്ല. പക്ഷേ തൻ്റെ മക്കളിലേക്ക് പൗരോഹിത്യം മാറിയില്ല, ലീഡർഷിപ്പ് മാറിയില്ല. മോശയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അതാണ്. തൻ്റെ മക്കളിലേക്ക്, തൻ്റെ കുടുംബ പാരമ്പര്യത്തിലേക്ക് ലീഡർഷിപ്പ് കൈമാറിയില്ല. മോശയുടെ കാലം കൊണ്ട് ലീഡർഷിപ്പ് കുടുംബത്തിൽ നിന്ന് പറിച്ചെടുത്ത് യോശുവയുടെ കയ്യിൽ ഏൽപ്പിച്ചു. കാര്യം മോശയ്ക്ക് നല്ല കാലത്ത് ഒരബദ്ധം പറ്റിയതാ. ഒരു 40 ദിവസം വീട് വിട്ടോടി ഒരു ജാതീയ പുരോഹിതൻ്റെ മകളെ വിവാഹം കഴിച്ച് അവിടെ കൂടെ താമസിച്ച് അവളിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടായി. തമ്പുരാൻ പറഞ്ഞ്, മോശയാണ് എൻ്റെ സ്നേഹിതൻ, എൻ്റെ ഏറ്റവും അടുത്തയാളാണ്. സ്നേഹിതൻ അബ്രഹാമാണ്, എൻ്റെ അടുത്ത ആളാണ്. ഞാനൊരു സ്നേഹിതനോട് ഇടപെടുന്നത് പോലെ മോശയോട് സംസാരിക്കും. കാര്യം ഇതൊക്കെയാണെങ്കിലും പാപം ശിക്ഷിക്കപ്പെടും. ദൈവത്തെ വിട്ടുപോയ കാലത്ത് ആ കാലം കണക്കിലെടുത്തുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിന്നെ വിളിച്ച ജോലിക്ക് ഞാൻ നിർത്തും, നിന്നെ നേതാവായി ഉപയോഗിക്കും. പക്ഷേ നിൻ്റെ അടുത്ത തലമുറ ലീഡർഷിപ്പിൽ കാണത്തില്ല. ദൈവമൊരിക്കൽ ലീഡർഷിപ്പിൽ നിന്ന് തള്ളിയാൽ മറക്കരുത്, പിശാചെടുത്തു. ദാന്യർക്ക് പുരോഹിതനാകുവാൻ തരം കിട്ടുന്നിടത്ത് പാർക്കുവാൻ വന്നവനായ ഒരു ലേവ്യൻ്റെ കാലശേഷം ദാന്യരെ സേവിക്കുവാൻ മോശയുടെ കൊച്ചുമോനെ ഉപയോഗിച്ചെന്ന് വിഗ്രഹാരാധനയ്ക്ക് വേണ്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരുഭൂപ്രയാണം ഭയത്തോടെ കഴിക്കുവാൻ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ ഓർമ്മിപ്പിക്കട്ടെ. ദാവീദ് ദൈവത്തെക്കുറിച്ചുള്ള നന്മ പറഞ്ഞപ്പോൾ കർത്താവേ, അടിയനെക്കുറിച്ച് സംസാരിച്ചതിനുപരിയായി അടിയൻ്റെ ഭവനത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും അങ്ങ് പറഞ്ഞുവല്ലോ, അതൊരു വലിയ കാര്യമാണ്. നമ്മുടെ അനന്തര തലമുറയെ ദൈവസന്നിധിയിൽ നമുക്ക് കാഴ്ചവെക്കാം. കർത്താവേ, അവർ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ അവരെ ഉപയോഗിക്കണമേ എന്ന് പറയാം. 31-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആലയം ശീലോവിലായിരുന്ന കാലത്തൊക്കെയും മീഖയാവ് തീർപ്പിച്ച വിഗ്രഹം അവർ വെച്ച് പൂജിച്ചു പോന്നു. ആര്? ദാന്യർ. ആകയാൽ ദാൻ മണവാട്ടി സഭയിലില്ല. പഴയ നിയമത്തിൽ നിന്ന് 144,000 ഉണ്ട്. പക്ഷെ ദാൻ ഗോത്രം വിട്ടുപോയി. നമുക്കത് വരാതിരിക്കട്ടെ. ആരാധനയുടെ വിശുദ്ധി സൂക്ഷിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. അധികാരം സൂക്ഷിക്കാൻ വേണ്ടി ആരാധന മാറ്റിക്കൽപ്പിച്ച ചരിത്രം വീണ്ടും കാണാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 12-ാം അധ്യായം 27 മുതൽ 31 വരെ വാക്യങ്ങളിൽ ജനം യെരുശലേമിൽ യഹോവയുടെ ആലയത്തിൽ യാഗം കഴിപ്പാൻ ചെന്നാൽ ഈ ജനത്തിൻ്റെ ഹൃദയം യഹൂദ രാജാവായ രഹബയാം എന്ന തങ്ങളുടെ യജമാനെങ്കിലേക്ക് തിരികയും അവരെന്നെ കൊന്ന് യഹൂദ രാജാവായ രഹബയാമിൻ്റെ പക്ഷം ചേരുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇസ്രയേൽ ജനം രണ്ടായി തിരിഞ്ഞു. അത് ചരിത്രത്തിലേക്ക് വരട്ടെ. ഇസ്രയേൽ ഗോത്രം വടക്കേ ഗോത്രമെന്നും തെക്കേ ഗോത്രങ്ങളെന്നും രണ്ടായി തിരിഞ്ഞു. അവരുടെ ഇടയിൽ ഒരു ഇൻറ്റേർണൽ സ്പ്ലിറ്റ് ഉണ്ടായി, ചർച്ചിനകത്തൊരു വഴക്കുണ്ടായി എന്ന് പറയുന്നത് പോലെ 2 ഗ്രൂപ്പായി തിരിഞ്ഞു. വടക്കും പടിഞ്ഞാറുമായി 2 ഗ്രൂപ്പുകളായി തീർന്നു. അതിൽ ഒരു ഗ്രൂപ്പ് പറയുകയാണ്, യെരുശലേം വടക്കേ ഗ്രൂപ്പിൻ്റെ കയ്യിൽ പെടുന്നതാ. ഈ തെക്കേ ഗ്രൂപ്പിലെ രാജാവ് പറയുകയാണ്, ഈ തെക്ക് വശത്ത് പാർക്കുന്ന ആളുകൾ വടക്കോട്ട് പോയാൽ അവരുടെ സാക്ഷാൽ രാജാവ് ഈ വടക്ക് വശത്തുള്ളതാണ്. തെക്ക് വശത്ത് ഇരുന്ന് ഞാൻ ഇങ്ങനെ കയ്യേറിയതാണ്. അതുകൊണ്ട് അവരെന്നെ വിട്ടുപോകാതിരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി വേറൊരാലയം പണിയാം, ഒരു യാഗപീഠം പണിയാം. അവിടെ ഇരിക്കാൻ ദൈവം വരത്തില്ല. അതുകൊണ്ട് പകരം ഞാനിവിടെ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞ് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു. ഇതും വരുന്നുണ്ട്. അടുത്ത വാക്യം വായിക്കുമ്പോഴറിയാം. ഈ ജനം യെരുശലേമിലെ യഹോവയുടെ ആലയത്തിൽ യാഗം കഴിപ്പാൻ ചെന്നാൽ ഈ ജനത്തിൻ്റെ ഹൃദയം യഹൂദ രാജാവായ രഹബയാം എന്ന തങ്ങളുടെ ദൈവത്തിൽ യജമാനെങ്കിലേക്ക് തിരികയും അവരെന്നെ കൊന്ന് യഹൂദ രാജാവായ രഹബയാമിൻ്റെ പക്ഷം ചേരുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആകയാൽ രാജാവ് ആലോചിച്ച് പൊന്നുകൊണ്ട് 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി. നിങ്ങൾ യെരുശലേമിൽ പോയത് മതി. ഇസ്രയേലേ, ഇതാ നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് അവരോട് പറഞ്ഞു. അവർ ഒന്നിനെ ബഥേലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. തെക്കേ രാജാവ് 2 കാളക്കുട്ടികളെ ഉണ്ടാക്കി. കാളക്കുട്ടി ഉണ്ടാക്കുന്നവർക്ക് പണ്ട് മുതലേ ഉള്ള സോക്കേടാം. തെക്കേ രാജാവ് 2 കാളക്കുട്ടികളെ ഉണ്ടാക്കി. ഒന്ന് ബഥേലിലും, അതാണ് എഫ്രൈമിൻ്റെ ദേശം. വേറൊന്ന് ദാനിലും കൊണ്ടുവച്ചു. ദാൻ ഇത് അംഗീകരിക്കുന്ന ഗ്രൂപ്പാണ്. കാര്യം പണ്ട് മുതലേ അവർ തെറ്റി ഗ്രഹബിംബം വെച്ച് ആരാധിച്ചു തുടങ്ങി. പിന്നെ തെറ്റിപ്പോയ മോശയുടെ വകയിലുള്ള കൊച്ചുമോനെ വെച്ച് ആരാധിപ്പിച്ചു. ഇപ്പത്തേണ്ട രാജ്യം 2ആയതോടുകൂടെ അവർ സ്വന്തം കാളക്കുട്ടിയെ ആരാധിച്ചു തുടങ്ങി. ദാൻ
പുതിയ നിയമസഭയിലില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മണവാട്ടി സഭയുടെ അംഗമാകുവാൻ നമ്മുടെ മരുഭൂ പ്രയാണം നമുക്ക് ഭയത്തോടെ കഴിക്കാം. ദാനും എഫ്രൈമും വീണ്ടും 1 രാജാക്കന്മാർ 12:30 ഈ കാര്യം പാപഹേതുവായി തീർന്നു. ജനം ഒന്നിൻ്റെ മുമ്പിൽ നമസ്കരിപ്പാൻ ദാൻ വരെ ചെന്നു. അവൻ പൂജാഗരി ക്ഷേത്രങ്ങളും ഉണ്ടാക്കി. സർവ്വജനത്തിൽ നിന്നും ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരായി നിയമിച്ചു. വിളിയില്ലാത്തവരെ പുരോഹിതന്മാരാക്കി. ലേവ്യരാണ് വിളിയുള്ളവർ, ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരായി നിയമിച്ചു. തൻ്റെ പുറപ്പാട് പുസ്തകം 32:5 അഹരോൻ അത് കണ്ടാറേ അതിനു മുൻപാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്കൊരു ഉത്സവമുണ്ടെന്ന് വിളിച്ച് പറഞ്ഞു. ആ ഭാഗങ്ങൾ ഞാനൊന്ന് തൊടട്ടെ. ആദ്യമേ ഞാൻ ഈ പുറപ്പാട് 32:5 തൊടാം. മോശ ദൈവത്തിൻ്റെ പർവ്വത, ഭയങ്കര ആഴമുള്ള വിഷയമാണ്. മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. അവിടെ ചെന്ന് ദൈവത്തിങ്കിൽ നിന്ന് കൽപ്പനകൾ വാങ്ങുമ്പോൾ താഴ്വരയിൽ ജനം ഒരുമിച്ച് നിലവിളിച്ചു, ഞങ്ങളെ കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ നടക്കുവാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. നിർഭാഗ്യവശാൽ അഹരോൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കാതിലെ കുണുക്കുകൾ പറിച്ചുകൊണ്ടുവാ. ഈ കാതിലെ കുണുക്കുകൾ മിസ്രയീമിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. അവരാരാധിച്ചിരുന്നത് ഒരു കാളദൈവത്തെയാണ്. ആ ദൈവത്തിൻ്റെ ഓർമ്മയായ അത്ര ഞാൻ ഇപ്പം പറയുന്നുള്ളൂ. ആക്ച്വലി അതിനെക്കുറിച്ച് ചരിത്രം പറയുന്നത് അവരവരാരാധിക്കുന്ന ദൈവങ്ങളുടെ ഡൈറ്റികളുടെ പ്രതിരൂപങ്ങളാണ് കാതുകളിൽ ധരിച്ചിരുന്ന ആഭരണങ്ങൾ. ഞാൻ ഒത്തിരി പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അഘോരി വിഭാഗത്തിൽപ്പെട്ട ഒരു പൊതുസ്ഥലത്താന്ന് അറിഞ്ഞും കൊണ്ട് പറയാവുന്ന വാക്കുകൾ മാത്രം ഞാൻ ഉപയോഗിക്കട്ടെ. അഘോരി വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രവാദി ഒരിക്കൽ ജീവിതത്തിൽ സ്വാതന്ത്ര്യം വേണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. ഭാര്യ അവൾ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്ന തെലുങ്ക് സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഇവിടെ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ഏതൊക്കെയോ വിട്ടുപോകാൻ പ്രയാസമുള്ള ശക്തികൾ അദ്ദേഹം ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളിലുണ്ട് എന്നെനിക്ക് ബോധ്യമായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, നിൻ്റെ കാതയിൽ ഈ റിങ് ആഫ്റ്റർ റിങ് ഇങ്ങനെ അണിയണിയായി തൂക്കിയിട്ടുണ്ട്, ഇത് എടുത്തു മാറ്റാമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഒക്കത്തില്ല, കാര്യം ഇത് എൻ്റെ ദൈവങ്ങളെ പ്രതിനിധീകരിക്കുന്നത്, എടുത്തു മാറ്റത്തില്ല. ഞാൻ എന്തിനാ ധരിച്ചിരിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. എന്താണ്ട് എൻ്റെ ഭാര്യയുണ്ടല്ലോ, ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടല്ലോ, അവൾ എന്തിനാ ഇട്ടിരിക്കുന്നത്, അവളോടൊന്ന് ചോദിച്ചേ. ഇതൊക്കെ പ്രതിനിധീകരിക്കുന്നതാണ്. അഹരോൻ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ നടക്കുവാൻ വേറൊരു ദൈവത്തെ ഉണ്ടാക്കണമെങ്കിൽ അതിനെ പ്രതിനിധീകരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുണ്ട്, ഇനി കൊണ്ടുപോവാ, അതുകൊണ്ടുണ്ടാക്കി തരാം. അങ്ങനെ അതുകൊണ്ട് ഒരു വലിയ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി പുറത്തെടുത്ത കാളക്കുട്ടിയെ കണ്ടുകൊണ്ട് അഹരോൻ പറയുന്ന വാചകമാണ് പുറപ്പാട് 32:5. അതിൻ്റെ മുമ്പാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്കൊരു ഉത്സവമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. മോനെ, യഹോവയുടെ പേര് പറഞ്ഞെങ്കിലേ ആൾ കൂടത്തുള്ളൂ. അതുകൊണ്ടാണ് നീ അത് ചെയ്തത്. ആരാധിച്ചത് യഹോവയെ അല്ല, കാളക്കുട്ടിയെ തന്നെയാണ്. ആകയാൽ മോശ പർവ്വതത്തിങ്കിൽ നിന്ന് ഇറങ്ങി വരികയും പർവ്വതത്തിൽ ദൈവം കൊടുത്ത ഒന്നാമത്തെ കൽപ്പന, ഒരു വിഗ്രഹം, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹമുണ്ടാക്കി അതിൻ്റെ മുമ്പിൽ വണങ്ങരുത്. ഈ കൽപ്പന കൊടുത്ത ശേഷം യഹോവ പറഞ്ഞു, മോശെ എളുപ്പം പാളയത്തിൽ ഇറങ്ങിച്ചെല്ല്, അവിടെ പാപം നടക്കുക. യഹോവ ഒരു വശത്ത് അരുളി ചെയ്യുമ്പോൾ തന്നെ ഇപ്പുറത്ത് സാത്താൻ അഹരോനെ ഉപയോഗിച്ച് തുടങ്ങി. എളുപ്പം ഇറങ്ങിച്ചെല്ല്. മോശ വന്ന് കാണുമ്പോൾ ഈ കാളക്കുട്ടിയെയാണ് കാണുന്നത്. അദ്ദേഹം കോപിച്ചു, കൽപ്പലകകൾ എറിഞ്ഞുടച്ചു, ഈ കാളക്കുട്ടിയെ ഇടിച്ചു പൊടിയാക്കി ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അഹരോൻ്റെ വിളിച്ചു പറച്ചിൽ യഹോവയെ ആരാധിക്കാമെന്ന. മോനെ, അത് യഹോവയല്ല. ദാനിൽ കൊണ്ടുവച്ചിരിക്കുന്ന കാളക്കുട്ടി യഹോവയല്ല, ഇത് വേറൊരു ദൈവമാണ്. ഇസ്രയേലേ, നിങ്ങൾ ഒരുമിച്ച് പോകേണ്ടതായിരുന്നു. അഥവാ രാജാവെ, അങ്ങ് പിണങ്ങി പിരിഞ്ഞാലും ഈ ജനത്തെ നശിപ്പിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ രാജാവ് അത് ചെയ്തു. 2, ലേവ്യരല്ലാത്തവരെ കൊണ്ട് പുരോഹിതന്മാരാക്കി. എനിക്കൊന്ന് ഒരുപാട് വ്യക്തത കിട്ടിയായി. അടുത്തത്, പടിപടിയായി പിന്മാറുന്ന എഫ്രൈമിനെ കാണാം. ദാനും എഫ്രൈമും 2 പേരുടെ പേരാണ് പുതിയ നിയമസഭയിൽ മിസ്സായിപ്പോയത്. ഹോശയ 4:17 എഫ്രൈം വിഗ്രഹങ്ങളുടെ കൂട്ടാളികളാകുന്നു. അവനെ വിട്ടുകളക. മദ്യപാനം കഴിയുമ്പോൾ അവൻ പരസംഗം ചെയ്യും. അവരുടെ പ്രഭുക്കന്മാർ ലജ്ജയിൽ അത്യന്തം ഇഷ്ടപ്പെടുന്നു. കാറ്റ് അവളെ ചിറക് കൊണ്ട് ചുറ്റി പറപ്പിക്കുന്നു. അവൻ
അവർ തങ്ങളുടെ ബലികൾ ഹേതുവായി ലജ്ജിച്ചു പോകും. പടിപടിയായി പിന്മാറ്റം ഒരു ദിവസം കൊണ്ടല്ല പൂർത്തീകരിക്കുന്നത്. ഒരിക്കൽ മണവാട്ടി സഭയാകുവാൻ വിളിക്കപ്പെട്ട വിശുദ്ധ ഗോത്രമായി നിർണയിക്കപ്പെട്ട ദാനും എഫ്രയീമിനും സംഭവിച്ചതാണിത്. എഫ്രയീം ഒന്നിനു പുറകെ ഒന്നായി തെറ്റിലേക്ക് പോയി. ഇന്ന് പകൽക്കാലം ഒരു തെറ്റിൽ പോയാൽ അടുത്ത തെറ്റിലേക്ക് പോകും എന്ന് മറക്കരുത്. സഹോദരവർഗത്തിന് അവരൊരു കണിയാണ്. ഉൽപ്പത്തി പുസ്തകം 49:17 ദാനിനെ കുറിച്ച് പറയുന്നതാണ്. ഇത് ഭയങ്കര സീരിയസ് ആയ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് തൊടുന്നത്. ഉൽപ്പത്തി പുസ്തകം 49:17 ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും, പുറത്തു കയറിയവൻ മലർന്നു വീഴും. ഞാൻ ആത്മവിവശത എന്ന ഭാഗത്ത് ഈ മലർന്നു വീഴും എന്ന ഭാഗം എടുത്തിട്ടുണ്ട്. മലർന്നു വീഴും എന്നത് നാഫൽ എന്ന വാക്കിൽ നിന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. വീഴുമെന്ന് മാത്രമേ നാഫൽ എന്ന വാക്കിന് അർത്ഥമുള്ളൂ. ഇവിടെ മലത്തിയിട്ടു, വേറെ ചിലയിടത്ത് കമത്തിയിടും. അതൊക്കെ തർജ്ജമക്കാരൻ്റെ യുക്തമാണ് എന്ന് ഞാൻ അന്ന് പറഞ്ഞു. ഇപ്പം അവിടെ നിന്ന് മാറുകയാണ് നാഫൽ. ആത്മവിശ്വതയിൽ വീഴുന്നവൻ മുന്നോട്ട് വീഴണോ പുറകോട്ട് വീഴണമെന്ന് ബൈബിളിൽ മുന്നോട്ട് വീഴണമെന്ന് ഇവിടെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. എൻ്റെ പൊന്നെ, ഇതെല്ലാം നാഫൽ എന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം വീണെന്ന് മാത്രമേ ഉള്ളൂ, മുന്നോട്ടൊന്നും പുറകോട്ടൊന്നും ഇല്ല. അത് തർജ്ജമക്കാരൻ്റെ സൗകര്യത്തിന് ചെയ്തതാണ്. ഇവിടെ പുറകോട്ടെന്ന തർജ്ജമ ഏറ്റവും ഉത്തമമാണ്. ദൈവത്തിന് സ്തോത്രം. 144,000 നിന്ന് നിത്യതയിൽ നിന്ന് ഇവരുടെ പേരുകൾ വെട്ടപ്പെട്ടു. പുതിയ നിയമസഭയും ഇതുപോലെ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവരാണെന്ന് മറക്കരുത്. വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവരെ പുതിയ നിയമത്തിൽ കാണാം. പഴയ നിയമത്തിൽ ഇസ്രായേൽ ഒരുമിച്ച് നിൽക്കാതെ വണ്ണം യെരുശലേമിൽ പോകരുത്, ഇവിടെ വേറെ ആരാധനയുണ്ടെന്നും പറഞ്ഞ് ആരാധന മാറ്റി തുടങ്ങിയതുപോലെ പുതിയ നിയമസഭയിൽ വിശുദ്ധ പൗലോസ് പറയുകയാണ്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20:29 മുതൽ 31 വരെ, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. ഇത് പുതിയ നിയമസഭയ്ക്ക് സംഭവിക്കും. ഇത് അറിഞ്ഞുകൊണ്ട് നമ്മുടെ മരുഭൂപ്രയാണം ഭയത്തോടെ കഴിക്കാം. വിപരീത ഉപദേശം 20 അപ്പോസ്തല പ്രവൃത്തി 20, 29, 30, 29 മുതൽ 31 വരെ, അതിൽ 31-ാമത്തെ വാക്യം, അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തർ ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. നമുക്ക് ഇത് വരരുത്, നമ്മുടെ ഏകാഗ്രത പോകരുത്, നമുക്ക് നിത്യതയിൽ കാണണം. ബെഥേലൈറ്റ്സ്, എന്നെ ശ്രദ്ധിക്കുന്ന ലോകവ്യാപകമായ മലയാളി വിശുദ്ധന്മാരെ, ഞാൻ ഒരു കാര്യം ഓർക്കട്ടെ, നമുക്കിത് വരരുത്. നമ്മെ പലത്തിടവും വിളിക്കുന്നവരുണ്ട്, ഭക്തിവിരുദ്ധമായ ഉപദേശങ്ങളെ കൊണ്ടുവരുന്നവരുണ്ട്, വിപരീത ഉപദേശങ്ങൾ വരുന്നവരുണ്ട്. നമുക്ക് ദൈവവചനത്തോട് പറ്റി നിൽക്കാം, ദൈവപ്രകൃതിയോട് പറ്റി നിൽക്കാം. ഏർലി അപ്പോസ്തോലിക് ചർച്ച് എന്തു പറഞ്ഞു? പൗലോസ് പറഞ്ഞല്ലോ, വേറെ ഉപദേശം പ്രസ്താവിക്കുന്നവർ എഴുന്നേറ്റവരും അങ്ങനെയാണെങ്കിൽ ഏർലി അപ്പോസ്തോലിക് ചർച്ച് എന്തായിരുന്നുവെന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 41, 42 വാക്യം, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്തൊക്കെയായിരുന്നു? ഞാനിത് ഒന്നുകൂടെ ആവർത്തിക്കാം. സ്നാനപ്പെട്ട 3000-ഓളം പേർ, അവരുടെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ സ്നാനപ്പെട്ട് അവരോട് ചേർന്നു. അടുത്തത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. വെളിയിലൊരു ഉപദേശം കേൾക്കാൻ അവർ പോകത്തില്ല. ഞാൻ ഇന്ന് ഒരുപാട് പ്രസംഗങ്ങൾക്ക് സത്യമായിട്ടും പോകത്തില്ല. പ്രത്യേകിച്ചും അല്പസ്വല്പം ലൈംഗിക ചൊവയുള്ള, ഇതൊരു 4-5 പ്രാവശ്യം ഞാൻ പറയാൻ ഓർത്തു. സ്കൂളിൽ പഠിച്ച കാലത്ത് പണ്ടൊരിക്കൽ ഒരാൾ, ഞങ്ങളുടെ ഒരു മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകൻ KR നാരായണൻ നായർ സാറ് 3-4 ഗുണോപദേശങ്ങൾ എനിക്ക് തന്നിരുന്നു. ഞങ്ങൾക്ക് ക്ലാസ്സിലെ കുട്ടികൾക്ക് തന്നിരുന്നു. എനിക്ക് തോന്നുന്നു 10-ാം ക്ലാസ്സിൽ മലയാളം പഠിപ്പിച്ചിരുന്ന അധ്യാപകനായിരുന്നു, 9-ാം ക്ലാസ്സിൽ മലയാളം പഠിപ്പിച്ചിരുന്ന അധ്യാപകനായിരുന്നു മിസ്റ്റർ KR നാരായണൻ നായർ. ഇന്ത്യൻ പ്രസിഡൻറ്റും ആ പേരിലുണ്ടായിരുന്നു. ഇത് വേറൊരു സാറായിരുന്നു, ഞങ്ങളെ പഠിപ്പിച്ചതാണ്. അദ്ദേഹം പറഞ്ഞ ഒന്നാണ്, കവികളുടെ കൂട്ടത്തിൽ ആരുടെ കവിതകൾ നിങ്ങൾ പാരായണം ചെയ്യും? ഒരു അക്രൈസ്തവനായ ആൾ പറഞ്ഞതാ സതുപദേശം. ആരുടെ കവിതകൾ നിങ്ങൾ പാരായണം ചെയ്യും? കവികളെക്കുറിച്ച് അക്കാലത്തിങ്കൽ പറഞ്ഞിരുന്നത് ആശാൻ ആശയ ഗംഭീരൻ.
മലയാളം പഠിച്ചിട്ടില്ലാത്തവർ ഇത് കേട്ടിട്ടില്ല. കുമാരനാശാൻ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഭയങ്കര ആശയങ്ങളാണ്. ആശാൻ ആശയഗംഭീരൻ. വള്ളത്തോള് വേറൊരു കവിയായിരുന്നു, മഹാകവിയായിരുന്നു. സുന്ദര ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം, സൗന്ദര്യമുള്ള ശബ്ദമായിരുന്നു. ആശാൻ ആശയഗംഭീരൻ, ഉള്ളത്തോൾ തൻ സുന്ദര ശബ്ദം. മൂന്നാമതൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇട്ട ഇമ്മ ഇല്ല ഇപ്പ എന്നുള്ള ഈ ദ്വയ അക്ഷരപ്രയോഗങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഒരു കവി ഉണ്ടായിരുന്നു. അവസാനം പറയുന്നത്, ഇരയിമ്പൻ തമ്പി ശൃംഗാല കുടിമുടിയിൽ കയറുമായിരുന്നു. ഇരയിമ്പൻ തമ്പിയുടെ ഗീതം പാടാൻ പോകല്ലേ പിള്ളേരെ, നീങ്ങ SSLC പാസ്സാകുകയില്ല. കണ്ട പിള്ളേരുടെ മറ്റുള്ളവൻ്റെ പുറകെ നടക്കുകയേ ഉള്ളൂ. ശൃംഗാര ചൊവയുള്ള, ലൈംഗിക ചൊവയുള്ള ഒരുപാട് ഉപദേശിമാരുണ്ട്. വിരുത് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ സഭയെ ഓർമ്മിപ്പിക്കുക. പുതിയ നിയമത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു? 1 റിപ്പൻറ്റൻസ്, അപ്പോസ്തോലിക് ചർച്ച്. 2 ബാപ്റ്റിസം, ഒന്ന് മാനസാന്തരം, 2 സ്നാനം, 3 പരിശുദ്ധാത്മാവ്, 4 വേർപാട്, 5 ഹോളി കമ്മ്യൂണിയൻ, 6 ഹോളി അപ്പോസ്തോലിക് ഫെലോഷിപ്പ്, 7 പ്രാർത്ഥന. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, വേറൊരു ഉപദേശം കേൾക്കാൻ പോകത്തില്ല. അപ്പോസ്തലന്മാരോട് കൂട്ടായ്മ ആചരിച്ചു, അതിൻ്റെ വെളിയിലോട്ട് പോകത്തില്ല. പലപ്പോഴും പലരും കുഞ്ഞുങ്ങളെ റോങ് കമ്പനികളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് കാണാം. ഇന്നാരുമായി കൂട്ടുകെട്ട് വേണ്ട, കാര്യം നിൻ്റെ സ്വഭാവം നശിച്ചു പോകും. മറ്റേപ്പുറത്തെ അവിടുത്തെ കുഞ്ഞുങ്ങളുമായി കൂട്ടുപിടിക്ക്, അതൊരു മാതൃകാപരമായ കുടുംബമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല കൂട്ടുകെട്ടിൽ വളർത്തുന്നത് പോലെ ദൈവസഭയുടെ കടമയാണ് നല്ല കൂട്ടുകെട്ടിൽ സഭകളെ വളർത്തുന്നത്. അതിനകത്ത് ഞാനും എൻ്റെ കഴിവോളം ചെയ്തു. എതിരാളികൾ ധാരാളമുണ്ട്, പക്ഷെ പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മണവാട്ടി സഭയുടെ അംഗമാകേണ്ടതിന് ഈ കാര്യം മറക്കരുത്. 42-ാം വാക്യം, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പോസ്തലന്മാരോട് കൂട്ടായ്മ ആചരിച്ചും അപ്പോസ്തലന്മാരോടുകൂടെ അപ്പം നുറുക്കുകയും അപ്പോസ്തലന്മാരോടുകൂടെ പ്രാർത്ഥന കഴിച്ചും പോന്നു എന്ന് ഞാനത് തിരുത്തി വായിക്കുക. നമുക്കൊരു അപ്പോസ്തോലിക് ഫെലോഷിപ്പ് ഉണ്ടാകണം. അതായിരുന്നു ഏർലി അപ്പോസ്തോലിക് ചർച്ച്. ഭക്തിക്കൊത്ത ഉപദേശം. 1 തീമോത്തിയോസ് 6-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഇതൊന്ന് വായിച്ചേ പറ്റുള്ളൂ. ഒരു വാക്യമെങ്കിലും ഇന്ന് വായിച്ചെന്നിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യഥാ ഉപദേശിക്കുന്നവരൊന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചേർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ദൂഷണം, ദുസംശയം, ദുർബുദ്ധികളും അസത്യവാദികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവയുളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രമാക്കുന്നു. ഞാൻ തന്നെ വായിച്ചു നിർത്താതെ, ഇൻകംപ്ലീറ്റ് ആണ് ഈ വാക്യം ഞാൻ ഇട്ടതും. ദയവായി ബൈബിളിൽ നിന്നൊന്ന് വായിക്കാമോ? 1 തീമോത്തിയോസ് 6-ാം അധ്യായം 3 മുതൽ 5 വരെ. ഭക്തിക്കൊത്ത ഉപദേശമുണ്ട്, ഭക്തിക്ക് കൊള്ളുകയില്ലാത്ത ഉപദേശം ഉണ്ടെന്ന് മറക്കരുത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ചു ചീർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ഷണ്ഡ, ദൂഷണം, ദുസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. തങ്ങളുടെ പിന്നാലെ ശിഷ്യന്മാരെ വലിച്ചു കളയേണ്ടതിന് വിപരീത ഉപദേശം പ്രസ്താവിച്ചുകൊണ്ട്, ഭക്തിക്കൊക്കാത്ത ഉപദേശങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ വലിച്ചു കളയുന്നതിൻ്റെ ലക്ഷ്യം സാമ്പത്തികമാണ്. അവർ നിങ്ങളെ വാണിഭമാക്കുകയാണ്. ഒന്നുകൂടെ ഞാനത് തൊടാം. പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും. ഭക്തിക്കൊത്ത ഉപദേശത്തിൽ മദ്യപിക്കരുതെന്ന് പറയും. ഭക്തിക്കൊക്കാത്ത ഉപദേശത്തിൽ മദ്യപിച്ചാലും പിന്നെ കൊളിച്ചാൽ മതി എന്ന് പറയും. ഞങ്ങൾക്കൊരു പുള്ളി ഉണ്ടായിരുന്നു, മദ്യപിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഉള്ളി എടുത്ത് തിന്നുമായിരുന്നു, അതോടെ വായിലെ നാറ്റം പോലും തീർന്നെന്നാണ് അദ്ദേഹത്തിൻ്റെ കണക്ക്. സോഷ്യൽ ഡ്രിങ്കിങ് കുറ്റമല്ലെന്ന് പറയുന്നവർ കാണും. നാടോടുമ്പം നടുവേ ഓടണമെന്ന് പറയുന്നവർ കാണും. നാട്ടുകാരുടെ പാരമ്പര്യങ്ങൾ തെറ്റില്ലെന്ന് പറയുന്നവർ കാണും. അങ്ങനെയൊക്കെ കാണും. ഇത് ഭക്തിക്കൊത്ത ഉപദേശമല്ല, ഭക്തിക്കൊത്ത ഉപദേശമല്ല. ഭക്തിക്കൊത്ത ഉപദേശത്തിൽ പോകുവാൻ ബേഥേലിന് കർത്താവ് തന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. പുതിയ നിയമവിശുദ്ധന്മാർ
രണ്ടാമത്തെ ഗ്രൂപ്പ് പുതിയ നിയമവിശുദ്ധന്മാരാ. നമ്മൾ പഴയ നിയമവിശുദ്ധന്മാരെക്കുറിച്ച് പറഞ്ഞ് ഇവിടം വരെ എത്തിയത്. 1 തെസ്സലോനിക്കർ 4:16 കർത്താവ് തൻ ഗംഭീരനാദത്തോടും മറ്റും വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ പിന്നെ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചവർ പുതിയ നിയമവിശുദ്ധന്മാർ. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവനല്ലാതെ അശുദ്ധമായി ഇത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കയില്ല. ഞാൻ അല്പം കൂടെ ഭയത്തോടെ സഭയെ ഓർമ്മിപ്പിക്കട്ടെ. പഴയ നിയമവിശുദ്ധന്മാരിൽ ദാൻ തള്ളിപ്പോയെങ്കിൽ, എഫ്രൈം തള്ളിപ്പോയെങ്കിൽ ഒരളവിൽ, ഞാൻ പറഞ്ഞില്ല ജോസഫ് ഉള്ളതുകൊണ്ട് എഫ്രൈമിനെ അത്ര എംഫസൈസ് ചെയ്യാറില്ല, തള്ളിപ്പോയെങ്കിൽ പുതിയ നിയമവിശുദ്ധന്മാരെ നമ്മളും ഭയത്തോടെ പ്രയാണം കഴിയണം. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവനല്ലാതെ അശുദ്ധമായി ഇത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവരാരും അതിൽ കടക്കയില്ല. 1 ജീവപുസ്തകത്തിൽ പേര് വേണം. 2 മ്ലേച്ഛതയും ഭോഷ്കും വിട്ട് ഒഴിയണം. മത്തായിയുടെ സുവിശേഷം 25:9 ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്നുത്തരം പറഞ്ഞു. പുതിയ നിയമസഭയെക്കുറിച്ച് യേശു പറഞ്ഞ അതിപ്രധാനമായ ഉദാഹരണമാണ് വിശുദ്ധ മത്തായി 25. അതിനകത്ത് കർത്താവ് പല ഉപമകൾ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് 10 കന്യകമാരുടെ ഉപമയാണ്. അതിലൊരു 5 പേർ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണ എടുത്തില്ല. പാത്രത്തിലെന്ന പദം ഞാൻ ഇപ്പം തൊടുന്നില്ല. ഈ മൺകൂടാരങ്ങളിൽ എണ്ണ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. അതില്ലാത്തവരോട് പറഞ്ഞു, നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങണം. വില മുടക്കാതെ വിശുദ്ധ ജീവിതം നടക്കത്തില്ല. വിൽക്കുന്നവരുടെ അടുക്കൽ പോയി നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയേ മതിയാകെയുള്ളൂ. ഞാൻ വീണ്ടും ആവർത്തിക്കാം, രക്ഷ സൗജന്യമാണ്. പക്ഷേ ദൈവസന്നിധിയിൽ നാം വളരണമെങ്കിൽ വില മുടക്കിയേ പറ്റത്തുള്ളൂ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ആകേണ്ടതിന്, നിങ്ങൾ ധനവാന്മാരാകേണ്ടതിന് തീയിലൂതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി ഉപദേശിക്കുന്നു. ദൈവം വില ഈടാക്കുമോ? അതെ. ഇന്ന് പകൽ വില മുടക്കി ജീവിക്കുന്നവർക്കായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒത്തതുപോലെ നടക്കാൻ നമുക്കൊക്കത്തില്ല. പലപ്പോഴും നമ്മൾ വില മുടക്കേണ്ടവരാണ്. വില മുടക്കുവാൻ എന്തിന്? മണവാട്ടി സഭയിലേക്ക് മാറുവാൻ. ഉയർത്തെഴുന്നേൽപ്പിൽ ആദ്യം നേരിടേണ്ടത് ഭീമ കോടതിയെയാണ്. അവിടെയാണ് മണവാട്ടി സഭയെ വേർതിരിക്കുന്നത്. അതിനകത്ത് ഉൾപ്പെടുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ 1-2 പ്രാവശ്യം ഇവിടെ പറഞ്ഞു. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വിവാഹം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ആദ്യം വരുമ്പോൾ, 1971 ഒരു കൊച്ചു മോന് ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. ബാബു ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. അവനെ 7-ാം ക്ലാസ്സിലോ 8-ാം ക്ലാസ്സിലോ എന്തോ പഠിക്കുന്ന ഒരു മോനായിരുന്നു. ഞങ്ങളുടെ പ്രായത്തിൽ അവനെ കളിപ്പിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ചർച്ചിൽ പോകുന്നവരുമായിരുന്നു. അതുകൊണ്ട് അവനോട് വളരെ കാര്യമായിട്ട് മോനോട് ഇടപെടുമായിരുന്നു. അവൻ്റെ മാതാപിതാക്കൾ എൻ്റെ സ്നേഹിതരായിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്പന് എൻ്റെ ഒരു ഓഫീസറായിരുന്നു എയർഫോഴ്സിലെ. അങ്ങനെയുള്ള പല കാരണങ്ങളാൽ വളരെ സ്നേഹമായിട്ട് ഇടപെട്ടു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് പുറകിൽ അദ്ദേഹം എന്നെ വിളിച്ചു. എന്നെ അറിയാമോ ബാബു എന്നൊക്കെ പറഞ്ഞ് ഇന്നാരാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ IFS ഓഫീസറാണ്. അയ്യോ, IFS 33 വർഷം ഞാൻ സർവീസ് കഴിഞ്ഞിട്ട് പിരിഞ്ഞു വരികയാണ്. പാസ്റ്ററെ, അന്ന് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് മോനെ IFS കിട്ടിയത്? IAS, IPS, IAS, പിന്നെയാണ് IFS ഏറ്റവും മേളില. എന്നോട് പറഞ്ഞു, ഇന്ത്യയും ഇതിൻ്റെ കൊച്ചു രാജ്യങ്ങളും ഇതിനോട് ചേർന്ന കൊച്ചു രാജ്യങ്ങളും ആൻഡമാൻസും ഉൾപ്പെടെ 2.25 ലക്ഷം ആളുകളാണ് ഞങ്ങൾ സെലക്ഷൻ എക്സാമിനേഷന് എഴുതിയത്. അതിൽ ഞാൻ 4ാമത്തെ റാങ്കായിരുന്നു. ഉന്നത റാങ്ക് ഉള്ളതുകൊണ്ട് എനിക്ക് യോഗ്യമായി ഒരു സ്ഥാനം കിട്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഉന്നത സ്ഥാനത്തിന് നോക്കാം. കഷ്ടിച്ച് ജയിച്ചേച്ച് വന്നൊന്ന് പറയല്ലേ, പോരാ. നമുക്കത് നമ്മുടെ സ്റ്റാൻഡേർഡിനത് പോരാ. നമുക്കൊരു ഉന്നതമായ സ്റ്റാൻഡേർഡിന് വേണ്ടി ശ്രമിക്കാം. നമ്മളത് താല്പര്യപ്പെടുന്നവരല്ലയോ? യു ഹാവ് എ പവർഫുൾ എനിമി. മറക്കരുത്. നിങ്ങളുടെ വിരുതിൽ നിന്ന് നിങ്ങളെ കുറച്ച് കളയുവാൻ നമുക്കെതിരെ ഒരു ശത്രുവുണ്ട്. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ നിർമ്മതരായി ഇരിപ്പീൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വാക്യം വായിച്ചു തെറ്റിപ്പോയി, വിശദീകരിച്ച് തെറ്റിപ്പോയി. എനിക്ക് ആളുകൾ പറഞ്ഞു തന്നു. ഇതിനകത്തു നല്ല വെളിയിൽ നിന്ന് താങ്ക് യു സോ മച്ച്. ആ പറഞ്ഞവരും ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവണം.
നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങളുടെ സഹോദരവർഗ്ഗങ്ങൾക്കുണ്ടാകും ഈ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. ഞാൻ പറഞ്ഞായിരുന്നു, നമുക്കെതിരെ ഒരു ശത്രുവുണ്ട്. അലറുന്ന സിംഹം എന്നതുപോലെ അവൻ വരികയാണ്. ആരെ വിഴുങ്ങണമെന്നാണ് അവൻ്റെ ചിന്ത. അവൻ്റെ ചിന്ത ആരും സ്വർഗത്തിൽ പോകാതെ നോക്കണം. അതിന് ദുരുപദേശങ്ങളാകാം, അതിന് മറ്റു പലതുമാകാം, ഒത്തിരി ആർഗ്യുമെൻറ്റ്സ് ആകാം. അഥവാ സ്വർഗത്തിൽ പോയാൽ നല്ല സ്ഥാനങ്ങൾ കിട്ടാതിരിക്കാൻ മണവാട്ട് സഭയിൽ കയറരുത്, അതിൻ്റെ താഴെയാകണം. നിങ്ങൾ അർഹിക്കുന്ന ലെവലിൽ നിന്ന് നിങ്ങളെ താഴോട്ട് താക്കുവാൻ വേണ്ടി ഇവൻ വരും. ആകയാൽ നിർമ്മതരായിരിപ്പീൻ. നിർമ്മതരായിരിപ്പീൻ എന്ന പദം കഴിഞ്ഞ ആഴ്ചയിൽ നിർമ്മലർ എന്നാണ് ഞാൻ പറഞ്ഞു പോയത്. ക്ഷമിക്കണം, ഇറ്റ് വാസ് എ മിസ്റ്റേക്ക്, സ്ലിപ്പ് ഓഫ് ടങ് അല്ല, സ്ലിപ്പ് ഓഫ് ദി ഐ. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു പോയതുകൊണ്ടാകാം. നിർമ്മതർ എന്ന പദത്തിന് പകരം നിർമ്മലരായിരിപ്പീൻ എന്ന ആശയമാണ് ഞാൻ വിശദീകരിച്ചത്. കേട്ടിരുന്ന ഒരു സഹോദരൻ ബാംഗ്ലൂരിൽ നിന്നല്ല, വെളിയിൽ നിന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റേ അങ്ങനെ അന്ന് ഒന്നുകൂടെ നോക്കണേന്ന്. നോക്കിയപ്പോൾ ശരിയാ, എൻ്റെ കണ്ണ് തുറന്ന് അന്നേരത്താന്ന് കൂട്ടിക്കോ. നിർമ്മതരായിരിപ്പീൻ. സോബർ എന്ന പദമാണ് അതിന് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോബർ മീൻസ് നോട്ട് ഡ്രങ്കഡ്, not affected by alcohol or drug. It also means serious, calm, realistic or plain in color and costume. ഇത് ഡിക്ഷണറിയുടെ അർത്ഥമാണ്. കള്ളുകുടിച്ച് വൃത്തികേടായി നടക്കരുതെന്നല്ല സോബർ എന്ന വാക്കിൻ്റെ അർത്ഥം, അതല്ല. മത്ത് പിടിച്ചു മാറരുതെന്നല്ല, ആൽക്കഹോൾ ഡ്രിങ്ക് ഉപയോഗിക്കരുതെന്ന് മാത്രമല്ല. ഇറ്റ് ഓൾസോ മീൻസ് സീരിയസ്ലി കാം, ശാന്തമായി നടക്കുക. റിയലിസ്റ്റിക്, യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക. പ്ലെയിൻ ഇൻ കളർ, ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിറം. എൻ്റെ പൊന്നെ, ഇങ്ങനൊരർത്ഥം ഇതിനുണ്ടെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാതെ ഞാൻ ഡിക്ഷണറി എടുക്കുന്നത്. പ്ലെയിൻ ഇൻ കളർ ആൻഡ് ഇൻ കോസ്റ്റ്യൂം, ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ മാന്യത. ഇതെല്ലാം കൂടെ ചേർക്കുന്ന പദമാണ് ബി സോബർ. മണവാട്ടി സഭയുടെ അംഗമാകുവാൻ ബി സോബർ. 2, ഉണർന്നിരിപ്പീൻ. ബി വിജിൽ. വിജിൽ ഈസ് എ പീരീഡ് ഓഫ് സ്റ്റേയിങ് എവേക്ക് ഡ്യൂറിങ് നോർമൽ സ്ലീപ്പിംഗ് അവേഴ്സ് ടു വാച്ച് സംതിങ്. വിജിലായിരിക്കുക, നിർമ്മതരായിരിക്കുക. ഈ 2 കാര്യങ്ങൾ എടുത്ത് ഓർമ്മിപ്പിക്കുന്നു. എൻഷുർ യുവർ കോളിംഗ്, നിങ്ങളുടെ വിളിയെ ഉറപ്പാക്കുക. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ച് കളവാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. അതിൻ്റെ പുറകെ പോകരുതേ. 1 തീമോത്തിയോസ് 3-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ ദുഷ്ടന്മാരും മായാവികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. നിങ്ങളോ, ആ വാക്യം ഒന്ന് വായിച്ചേക്കാമോ? 1 തീമോത്തിയോസ് 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ. നിങ്ങളോ വഴിയിൽ നിന്ന് കേട്ടതല്ല, അങ്ങേപ്പുറത്തെ ആരാണ്ട് പറയുന്നത് കേട്ടതല്ല, നിങ്ങൾ കേട്ടത് അപ്പോസ്തലന്മാരുടെ കയ്യിൽ നിന്നാണ്. ദയവായി വായിച്ചാട്ടെ 1 തീമോത്തിയോസ് 3:13-14. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. നല്ലതായി വിളിക്കപ്പെട്ട നേതാക്കന്മാർ, ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരെ, വിളിയുള്ളവർ വലിയ പ്രാഗൽഭ്യത്തോടെ ശുശ്രൂഷിക്കുന്നു. വായിച്ചു. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാവുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ഏതാണ്ട് ഒരു ചെറിയ തകരാറുണ്ടല്ലോ. ഞാൻ ദുഷ്ടന്മാരും മായാവികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരുന്നുവെന്ന ഭാഗമാണ് ഉദ്ദേശിച്ചത്. എൻ്റെ റെഫറൻസ് തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ ഒരു വാക്യമുണ്ട്. ഇവിടെ ഒന്ന് പെട്ടെന്ന് നോക്കാവുന്നവരുണ്ടോ? ഓക്കെ. ദുഷ്ടന്മാരും മായാവികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് ദോഷത്തിൽ മുതിർന്നു വരും. നീയോ ഇന്നവരോട് കേട്ട് പഠിച്ചു എന്ന് ഉറപ്പാക്കുക. എവിടുന്നാണ് നിനക്ക് ഈ ഉപദേശം ലഭിച്ചത്? ഇതൊരു അപ്പോസ്തലനിൽ നിന്നാണോ? ഒരു അപ്പോസ്തോലിക സഭയിൽ നിന്നാണോ? അതോ ചുമ്മാ രണ്ട് പറഞ്ഞു കേട്ടതാണോ? ചുമ്മാ പറഞ്ഞു കേട്ടത് ഒരിക്കലും ദൈവിക ന്യായവിധിയിൽ വിലപ്പോകയില്ല. എൻഷുർ യുവർ കോളിംഗ്, നമ്മുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും ഉറപ്പാക്കുക. വെളിപ്പാട് പുസ്തകം 21:8 ഞാനൊന്ന് വായിച്ചോട്ടെ. ചില വർഷങ്ങൾക്ക് മുൻപേ കോടുകൊളഞ്ഞി എന്ന സ്ഥലത്ത് ഞാനൊരു കൺവെൻഷന് പ്രസംഗിക്കുമ്പോൾ ഒരു സഹോദരൻ ദർശനം കണ്ട്, MA ബ്രിഗീസിൻ്റെ കൺവെൻഷൻ കോടുകൊളഞ്ഞി നടക്കുന്നു, പോയി അവനോട് സംസാരിക്കാൻ ദൈവാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു. ഈ മനുഷ്യൻ കണ്ണൂരിൽ നിന്നാണ് ഈ വെളിപ്പാട് കാണുന്നത്.
അയാൾ പറഞ്ഞു, കോഡ് കുളഞ്ഞു എനിക്കറിയത്തില്ല, എം എ വറീസിനെ അറിയത്തില്ല, ഞാൻ എവിടെ പോയി കാണാനാ? പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഇവിടുന്ന് ചെങ്ങന്നൂർ എന്ന റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങണം. എന്നോട് അദ്ദേഹം പറഞ്ഞ വാചകമാണ്. ചെങ്ങന്നൂർ എന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ കോഡ് കുളഞ്ഞ് കൺവെൻഷൻ എന്നൊരു ഫ്ലക്സ് ബോർഡ് കാണാം. അതിൽ എം എ വർഗീസ് പ്രസംഗിക്കുന്നത് കാണാം. ഒരു ഓട്ടോ ഡ്രൈവറെ വിളിച്ച് ഈ സ്ഥലത്ത് കൊണ്ടുവിടണമെന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ടുവിടും. അങ്ങനെ വഴി കണ്ടുപിടിച്ച് വന്നതാ. നിങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകണം. അങ്ങനെ കണ്ടുപിടിച്ച് വന്നവൻ എന്നോട് പറഞ്ഞത്, പാസ്റ്ററെ, പ്രസംഗത്തിൻ്റെ കൂട്ടത്തിൽ വിശുദ്ധിയെക്കുറിച്ച് പറയുക, മറക്കാതെ പറയണം. വെളിപ്പാട് 21:8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. ബ്രൈഡ് സെലക്റ്റഡ് ഫ്രം ചേസ് വെർജിൻ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരെന്നരായി നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അത് നമുക്കറിയാവുന്നതാണ്. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് സൽപ്രവർത്തികളെ ദൈവം നമുക്ക് വേണ്ടി മുന്നൊരുക്കിയിരിക്കുന്നു. നാം സൽപ്രവർത്തികൾ ചെയ്യണം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്ന ഈ വാക്യം ഞാൻ തൊട്ടതാണ്. ഇനി ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, യഹൂദൻ ഈ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ മറുവശവും പറയുമെന്ന്. യെശയ്യാ പ്രവചനം, യെരമ്യാ പ്രവചകനും യെസക്കേൽ പ്രവാചകനും ഹോശേയ പ്രവാചകനും ഒരുപോലെ പറയുന്നത് യഹൂദൻ യഹോവയുടെ ഭാര്യയായിരുന്നു. യഹോവയുടെ ഭാര്യയായിരുന്നു യഹൂദൻ. അവൾ ഉപേക്ഷിക്കപ്പെട്ടു, പിന്നെയും വീണ്ടെടുക്കപ്പെട്ടു. പല പ്രാവശ്യം തെറ്റി, പിന്നെയും വന്നു, പിന്നെയും തെറ്റി, പിന്നെയും വന്നു. അവനെ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന് വിളിക്കാൻ കൊള്ളുകയില്ല. ഈ ആശയം കിട്ടുന്നുണ്ടോ? യെശയ്യാവ്, യെരമ്യാവ്, എസക്കിയേൽ, ഹോശേയ, ഈ 3 പ്രവാചകന്മാർ പറയുന്നത് യഹൂദൻ യഹോവയുടെ ഭാര്യയായിരുന്നു. അവൾ പിന്മാറി, പിന്നെയും തിരിച്ചു വന്നു. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി, ഷീ ഈസ് അണ്ടർ എ വെയിൽ, എന്നും പർദ്ദ ഇട്ട് നടക്കുന്നവളാണ്. വേണ്ടാത്തത് കാണത്തില്ല, വേണ്ടാത്തവരെ അവളെയും കാണത്തില്ല. സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞവളായി ഒഴിഞ്ഞു നിന്നുകൊണ്ട് അവർ കന്യകമാരാകയാൽ, വെളിപ്പാട് പുസ്തകം 14:1 മുതൽ 4 വരെയും അതും വായിക്കണം. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവരവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരിടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. അവർ കളങ്കമില്ലാത്തവർ തന്നെ. ദയവായി വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 14:1 മുതൽ 4 വരെ. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈമണികന്മാർ വീണമിട്ടുന്നത് പോലെയായിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുൻപാകെ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേരല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മലിനപ്പെടാത്തവർ, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. മുമ്പേ ഞാൻ പറഞ്ഞ ഒരു 144,000 പേരെ പഴയ നിയമസഭയെന്ന് കാണാം. ഈക്വലൻ്റായി ഒരു വിഭാഗത്തെ പുതിയ നിയമസഭയെന്നും കാണാം. ഈക്വലൻ്റായി ഒരു വിഭാഗത്തെ പുതിയ നിയമസഭയിൽ നിന്നും കാണാം. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ തെറ്റിയത് പുതിയ നിയമത്തിൽ സ്ഥാപിക്കും. ഇവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ, അണ്ടർ ദ വെയിൽ, പർദ്ദ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. മറ്റാർക്കും അവരെ കാണാതെ, മറ്റാരും അവരെ കാണാതെ വേർപാട് സൂക്ഷിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഈ ഭൂമിയിലെ 50 or 100 വർഷം പോയാൽ അതൊരു സാരമുള്ളതല്ല. അതുകൊണ്ട് നമുക്കൊന്നും നഷ്ടമാകാനില്ല. പക്ഷെ ഒരു നിത്യത പോയാൽ, നിത്യതയിൽ ഗ്രേഡിങ് കുറഞ്ഞാൽ സകലതും നഷ്ടമായി എന്ന് ഓർത്തുകൊണ്ട് ക്രിസ്തീയ സ്നേഹത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമുക്ക് ദൈവത്തിന് വേണ്ടി മണവാട്ടി സഭയുടെ ഭാഗമാകാം. മുമ്പേ ഞാൻ 1 തീമോത്തിയോസ് എന്ന് പറഞ്ഞത് 2 തീമോത്തിയോസ് 3:13 ദയവായി ആ വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാമോ? ദുഷ്ടന്മാരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും.
അവർ ദോഷത്തിൽ മുതിർന്നു വരും. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയിച്ചും പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. ബഥേൽ ഒരു ഇന്റർനാഷണൽ ലെവലിൽ ദൈവകൃപയാൽ വേദപുസ്തകത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ, അടിത്തറകൾ ധ്യാനിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുവാൻ ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കട്ടെ. എൻ്റെ ചെറിയ പ്രായത്തിൽ എന്തിനു വേണ്ടി വിളിച്ചു എന്ന് കർത്താവ് പറഞ്ഞു. അന്ന് സഭയിൽ അറിയപ്പെട്ടിരുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, IPC മുതലായ ഇടങ്ങളിൽ നിന്ന് ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരെ പാസ്റ്റർ കെ എബ്രഹാമിൻ്റെ മുമ്പിൽ ഇരുന്ന് കേൾക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. പാസ്റ്റർ PM ഫിലിപ്പിൻ്റെ കൈകൊണ്ട് സ്നാനമേൽക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. IPCയുടെയും ചർച്ച് ഓഫ് ഗോഡിൻ്റെയും ഷാരോൻ്റെയും നേതൃ ലെവലിൽ നിൽക്കുന്നവർ, ന്യൂ ഇന്ത്യയുടെയും നേതൃ ലെവലിൽ നിൽക്കുന്നവർ, ഒന്നാം ലെവലിൽ നിൽക്കുന്നവർ കൃപയാൽ ഇവിടെ വന്ന് നമുക്ക് ബൈബിൾ ക്ലാസ് എടുക്കുവാനും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുവാനും സംശയമുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാനും കർത്താവ് കൃപ തന്നതുകൊണ്ട് ഒരു ക്ലാസിക്കൽ പെന്തക്കോസ്റ്റൽ ഡോക്ട്രിൻ എൻ്റെ സഭയ്ക്ക് കൊടുക്കുവാൻ കർത്താവ് കൃപ തന്നു. ഞാൻ ഇന്നവരോട് കേട്ടു പഠിച്ചു എന്നറിയാം. ഉപദേശം തിരിച്ചു പറയുന്നവരല്ല, മാറ്റി പറയുന്നവരല്ല. ഇന്നത്തെ പാരമ്പര്യത്തിൽ ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഒരു പ്രധാന ആർഗ്യുമെൻ്റ് മറക്കരുത്. ഇന്നത്തെ പാരമ്പര്യത്തിൽ ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഇന്നാരും അല്പസ്വല്പം വ്യത്യാസം, ആരംഭ സഭയേക്കാൾ വ്യത്യാസം വരുത്തിയെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അച്ഛാ, സംഗതികൾ വളരെ നന്നായിരിക്കുന്നു. പക്ഷേ ഒരിക്കൽ സിലോൺ പെന്തക്കോസ്ത് മിഷനിൽ പെടുന്ന ഒരാളിനോട് റോമൻ കത്തോലിക്ക ചർച്ചിലുള്ള ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സിലോൺ പെന്തക്കോസ്ത് മിഷൻ ആരംഭിച്ച് ഏതാണ്ട് 50 വർഷം കഴിഞ്ഞപ്പോൾ 50 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന ഭക്തി, ആ വൈരാഗ്യം, ആ കാഠിന്യം ഇന്ന് ഇല്ല, അല്പം കുറഞ്ഞു എന്ന് നിങ്ങൾക്കറിയാവോ? പറഞ്ഞു, ശരിയാ, കുറഞ്ഞു. കത്തോലിക്കൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ 2000 കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം പറയാനുണ്ടോ? അതിനകത്തൊന്നുമില്ല, നിങ്ങളും ഞങ്ങളും ഒരുപോലെ. നാളത്തെ പെന്തക്കോസ്ത് വിഭാഗം ഇതുപോലെ ആകരുതേ എന്ന് കർത്താവിൽ അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ വാക്കുകൾ ദൈവവചനത്തിൻ്റെ പരിധിയിൽ നിർത്തുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. വെളിപ്പാട് 22:14-15 ജീവവൃക്ഷത്തിൽ തങ്ങൾക്ക് അവകാശമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ ഈ കാര്യം മറക്കണ്ട. 2 സ്ലൈഡൂടെ ഉള്ള നിർത്തുകയാണ്. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്നവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അത് 2ാമത്തെ മരണം. യെശയ്യാവിൻ്റെ പ്രവചനം 35:8 പണ്ടൊരു പ്രവചനം കിടപ്പുണ്ട്. അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. സ്വർഗത്തിലെത്തുമ്പോൾ ഇന്ന് രാവിലെ ഒരാളിനോട് ഒരു വിശാല വഴിയെക്കുറിച്ച് ദൈവാത്മാവ് ഇടപെട്ടു. ഇത് സ്വർഗത്തിലെ വഴിയാണ്, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരശുദ്ധനും അതിൽ കൂടി കടന്നു പോകയില്ല. അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരശുദ്ധനും അതിൽ കൂടി കടന്നു പോകയില്ല. യെശയ്യാവ് 33:21 അവിടെ മഹിമയുള്ളവനായ യഹോവ നമുക്ക് വീതിയുള്ള നദികൾക്കും തോടുകൾക്കും പകരമിരിക്കും. തണ്ട് വെച്ച പടക് അതിൽ കടക്കയില്ല. പ്രതാപമുള്ള കപ്പൽ അതിൽ കടന്നു പോകുകയുമില്ല. തണ്ട് വെച്ച പടകും പ്രതാപമുള്ള കപ്പലും അഹങ്കാരത്തിൻ്റെ സ്വഭാവം സ്വർഗത്തിൽ അംഗീകരിക്കത്തില്ല. ദൈവം അഹങ്കാരികളോട്, നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ഇന്ന് പകൽക്കാലം നിഗളത്തോടെ എതിർക്കുമോ? ദൈവവചനത്തിന് മുമ്പിൽ താഴുമോ? നമുക്ക് ദൈവവചനത്തിന് മുമ്പിൽ താഴുവാൻ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അതെ, ദ ബ്രൈഡ് സെലക്റ്റഡ് ഫ്രം ചേസ് വെർജിൻസ്, മഹോദ്രവകാല വിശുദ്ധന്മാരും അവിടെ ഉണ്ടായിരിക്കും. ഞാൻ പുതിയ നിയമസഭയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. യേശുവിൻ്റെ വരവിങ്കൽ ഉപേക്ഷിക്കപ്പെട്ടതിൽ ചിലർ മഹോദ്രവത്തിങ്കൽ രക്ഷപ്പെടും. പക്ഷേ അത് ഭയങ്കര പ്രയാസമാണ്. ഇന്നത്തേതിനേക്കാൾ